السلام عليكم ورحمة الله وبركاته. وعليكم السلام. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه نؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وأصحاب سيدنا ومولانا وشفيعنا محمد. ആദരണീയരായ ഉസ്താദുമാർ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം വിശദീകരിക്കാൻ വേണ്ടി ഒത്തുകൂടിയ നമ്മുടെ ഈ സദസ്സ് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. അന്ത്യനാൾ വരെയുള്ള സർവ്വ മുഅ്മിനീങ്ങൾക്കും യഥാർത്ഥ പാത എന്ത് എന്ന് വിശദീകരിക്കുവാനും പറയുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഹ്ലുസുന്നത്തി വൽ ജമാഅ അത് മാത്രമാണ് യഥാർത്ഥ ദീൻ എന്ന് വിശ്വസിക്കുന്നവരാണ് നാം എല്ലാവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ ഒരുപാട് അമ്പിയാക്കളെയും റസൂലുകളെയും നിയോഗിച്ചത് ഹഖായ മതം പ്രചരിപ്പിക്കുവാനും അത് ജനങ്ങളിലേക്ക് പ്രായോഗികമായി എത്തിച്ചു കൊടുക്കുവാനും വേണ്ടിയാണ്. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷം ഇനി ഒരു പ്രവാചകൻ വരില്ല. ആ പ്രവാചകന്മാർക്ക് ശേഷം അവരുടെ ദൗത്യ നിർവഹണത്തിന് വേണ്ടി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചത് ഉലമാക്കളെയായിരുന്നു. അൽ ഉലമാ വറസത്തുൽ അംബിയ, അംബിയാക്കളുടെ അനന്തരാവകാശികൾ, മഹാന്മാരായ ഖലീഫമാർ, അതുപോലെ മദ്ഹബിന്റെ ഇമാമുകൾ, മാത്രമല്ല നമ്മുടെ കേരളക്കരയിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി മുതൽ ധാരാളം മഹാന്മാരും സാദാത്യങ്ങളും പണ്ഡിതന്മാരും ജീവിക്കുകയും മുസ്ലിമീങ്ങൾക്ക് യഥാർത്ഥ വഴി കാണിച്ചു തരികയും ചെയ്തു. ഈ മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെയും സാദാത്തുക്കളുടെയും പാത പിൻപറ്റി മുസ്ലിം കൈരളിയെ സത്യത്തിന്റെ പാതയിലേക്ക് കൊണ്ടുപോകാൻ, വഴി കാണിച്ചു കൊടുക്കാൻ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ, അതുപോലെയുള്ള അന്നത്തെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഇവിടെ സ്ഥാപിച്ച് നമുക്ക് കാണിച്ചു തന്ന മഹത്തായ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ വലിയ വലിയ സാദാത്യങ്ങളും പണ്ഡിതന്മാരും ആ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുകയും ഇന്ന് ആ മഹാപ്രസ്ഥാനത്തിന്റെ നേതൃനിരയിൽ വന്ദ്യരായ ഉലമ സയ്യിദ് അബ്ദുർ റഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങൾ അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ
ഉസ്താദവറുകൾ, അതുപോലെ അഭിമന്യ ഗുരു സുലൈമാൻ ഉസ്താദ്, അല്ലാഹു തആല നമ്മുടെ പണ്ഡിതന്മാർക്കും നമ്മുടെ സദാത്യങ്ങൾക്കും ഒരുപാട് കാലം നമുക്ക് നേതൃത്വം നൽകാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ മഹാരഥന്മാരായ പണ്ഡിതന്മാരും നേതാക്കളും നയിക്കുന്ന ഇന്നത്തെ നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, അതാണ് മുസ്ലിം കൈരളിക്ക് എന്നല്ല ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്ക് തന്നെ മാതൃകയാക്കി എല്ലാ കാലങ്ങളിലുമുള്ള പണ്ഡിതന്മാരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ച് മുസ്ലിം കൈരളിക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അത് പ്രത്യേകം പറയാനുള്ള കാരണം, ഈ പ്രഭാഷണത്തിന്റെ കാരണവും അതാണ്. ഈ അടുത്ത് നമ്മുടെ നാടുകളിലും നമ്മുടെ പ്രദേശങ്ങളിലുമൊക്കെ ചേലാരി വിഭാഗം വളരെ വ്യാപകമായി ഞങ്ങൾ എന്തുകൊണ്ട് സമസ്തയിലേക്ക് എന്ന് പറഞ്ഞ ഒരു CD പ്രചരിപ്പിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രഭാഷണം നടത്തേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ആദ്യമായി ഈ പ്രഭാഷണത്തിന്റെ ആമുഖത്തിൽ പറയാനുള്ള ഒരു കാര്യം, ഇന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ യഥാർത്ഥ മുഖം സമൂഹത്തിന് കാണിച്ചു കൊടുക്കുന്നതും നേതൃത്വം നൽകുന്നതും മഹാന്മാരായ പണ്ഡിതന്മാർ, മഹാനായ താജുൽ ഉലമ സയ്യിദ് അവറുകളും ഖമറുൽ ഉലമ ഉസ്താദ് അവറുകളും നമ്മുടെ പണ്ഡിതന്മാരും ഉസ്താദുമാരും നേതൃത്വം നൽകുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. എന്തുകൊണ്ട് സമസ്തയിലേക്ക് എന്ന ഒരു CD വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുമ്പോൾ പല സഹോദരങ്ങളും വിളിച്ച് അന്വേഷിക്കുകയും അങ്ങനെ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ തുറന്നു പറയുകയാണ്. ആ CD-യിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്നും എന്താണ് അതിന്റെ വിശദീകരണമെന്നും യഥാർത്ഥത്തിൽ ഇവിടെ വിശദീകരിക്കപ്പെടേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് പറയുന്നു. സത്യത്തിൽ എന്തുകൊണ്ട് സമസ്തയിലേക്ക് എന്ന് പേരിട്ട് പൊതുജനങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി ഒരു CD-യായി പ്രസംഗിച്ച ഒരു വസ്തുവല്ല ആ കേസറ്റ് അല്ലെങ്കിൽ ആ CD എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ എന്താണ് അതിന്റെ സംഭവം? ഈ അടുത്ത് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നവരുടെ ശഅർ മുബാറക്കുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ നമ്മുടെ പണ്ഡിതന്മാർക്കിടയിലും നമ്മുടെ മഹത്തായ നേതൃത്വത്തിന്റെ ഇടയിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയും അതുപോലെ തന്നെ വളരെ കൂടുതൽ സമൂഹത്തിനിടയിൽ ചിത്രങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്ത ഒന്ന് രണ്ട് ആളുകൾ, അവർ നമ്മളെ വിദഗ്ധമായി ചതിച്ച് വഞ്ചിച്ച് അതൊരു CD-യാക്കി പുറത്തുപെടുകയായിരുന്നു എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുന്നു. വ്യക്തമായി പറഞ്ഞാൽ നമുക്കറിയാം, ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ചേലാരി വിഭാഗത്തിന്റെ കോഴിക്കോട്ടെ സമ്മേളനത്തിൽ അവരുടെ സമ്മേളനത്തിന്റെ പ്രധാന അതിഥി എന്ന് പറഞ്ഞ് കയറി വന്ന മുഹമ്മദ് രാമദൻ, അദ്ദേഹം യഥാർത്ഥത്തിൽ നമ്മളെ കൊണ്ട് പ്രസംഗിപ്പിച്ച് അത് പൊതുജനങ്ങൾക്ക് കൊടുത്ത് നമ്മളെ വഞ്ചിച്ചതായിരുന്നു എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു. അവിടെ ഞാൻ ഒരു കാര്യം കൂടി തുറന്നു പറയുന്നു. ഇനി അത് പറയാതിരുന്നിട്ട് കാര്യമില്ല. അദ്ദേഹം എല്ലാവർക്കും അറിയാം, സാധാരണയായി നമ്മൾ പ്രസംഗത്തിന് പോകുമ്പോഴും സംവാദത്തിന് പോകുമ്പോഴും എല്ലാം പലപ്പോഴും അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നത് ഒരു സത്യമാണ്. അത് നിഷേധിക്കുന്നില്ല. നമ്മൾ ഒരു മനുഷ്യനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ വിലയിരുത്തുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് സുന്നത്ത് ജമാഅത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഈ ആദർശ പോരാട്ടത്തിന് വല്ല രൂപത്തിലും എന്തെങ്കിലും ലെഫ്റ്റ് ഉപകാരം കിട്ടുമോ എന്ന് നോക്കിയിട്ട് അയാൾ ഉപയോഗപ്പെടുത്തുക എന്ന് ചിന്തിച്ചുകൊണ്ട് മാത്രം ഈ മനുഷ്യനെ യഥാർത്ഥത്തിൽ 2-3 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ കൂടെ കൂട്ടിയിട്ട് ഈ വിഷയത്തിൽ നമ്മൾ സഹകരിപ്പിക്കുന്നത്. പക്ഷേ ഇവരുടെ എല്ലാ കാര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ വളരെ വ്യക്തമായ ചില കാര്യങ്ങളുണ്ട്. ഈ അടുത്ത് വളരെ നമ്മുടെ കേരളത്തിലും പല സ്ഥലങ്ങളിലും വളരെ വലിയ വിവാദമുണ്ടാക്കിയ മറ്റൊരു വ്യക്തിയാണല്ലോ ജിഷാൻ. ഈ വ്യക്തികളെ സംബന്ധിച്ച് നമ്മൾ അറിയുകയും അവരോട് ബന്ധപ്പെടുകയും ചെയ്യുന്നത് അവർ നിഷ്കളങ്ക
മനസ്സോടെ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന് ഖിദ്മത്ത് ചെയ്യുന്നവരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരുന്നു. പക്ഷേ പിന്നീട് നടന്ന ഓരോ സംഭവങ്ങളും പഠിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്തു. അവിടെയെല്ലാം യഥാർത്ഥത്തിൽ നമ്മൾ വഞ്ചിക്കപ്പെടുകയായിരുന്നുവെന്നും ഏറ്റവും ഒടുവിൽ ഈ സീഡിയുടെ കാര്യത്തിലും അതാണ് സംഭവിച്ചത് എന്നും ഇവിടെ നമ്മൾ തുറന്നു പറയുകയാണ്. 2 വർഷം മുമ്പ് പ്രഭാഷകന്മാരുടെ ഒരു മീറ്റിംഗിൽ ബഹുമാനപ്പെട്ട ശൈഖുനാ കാന്തപുരം ഉസ്താദ് ചോദിച്ചു, ആരാണ് ഈ ജിഷാൻ എന്ന് പറയുന്ന ആൾ? അന്ന് അയാൾ ഈ ക്ലിപ്പൊന്നും പുറത്തുവിട്ടിട്ടില്ല. അപ്പോ വിശദീകരിക്കപ്പെട്ടു, അദ്ദേഹം സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളൊക്കെ നെറ്റ് വർക്കിലൂടെ എത്തിച്ചു കൊടുക്കുന്ന ആളാണ് എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഉസ്താദ് പറഞ്ഞ ഒരു വാചകം അയാളെ സൂക്ഷിക്കണം എന്നായിരുന്നു. അന്ന് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതിന്റെ ശേഷം ഒരുപാട് സംഭവങ്ങൾ കേരളത്തിലുണ്ടായി. ഇതുപോലെ ഞാനിവിടെ വളരെ വിഷമത്തോടെ പറയുന്ന സംഗതി, ഇപ്പോൾ എന്റെ ജീവിതത്തിലെ ഈ ഒരു പരീക്ഷണ ഘട്ടങ്ങളിലൂടെ കടന്നു വന്നതിന്റെ മുഖ്യ കാരണമായി ഞാൻ മനസ്സിലാക്കുന്നത്, ഈ വിവാദങ്ങളെല്ലാം ഉണ്ടാകുന്നതിന്റെ മുമ്പ് തന്നെ അഭിനന്ദനായ ഗുരു വന്ദനായ സുലൈമാൻ ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ, ഈ മനുഷ്യനെ നമ്മുടെ കൂടെ കൂട്ടാൻ പാടില്ല എന്ന് ഉസ്താദ് അവറുകൾ വളരെ ദീർഘവീക്ഷണത്തോടെ നമ്മോട് ഉപദേശിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം എന്നും നമ്മുടെ കൂടെ ഉണ്ടായി ആ ഒരു ബന്ധം ഉണ്ടായപ്പോൾ ഉസ്താദ് അവറുകളുടെ ആ വാക്ക് പാലിക്കുന്നതിൽ നമുക്ക് അബദ്ധം സംഭവിച്ചതാണ് ഇന്നുണ്ടായ കേരളത്തിലെ എല്ലാ വിഭാഗത്തിന്റെയും അടിസ്ഥാന കാരണമെന്ന് തുറന്നു പറയുന്നു. അല്ലാഹു തആല മാപ്പ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. കാരണം ഈ സിറിയയുടെ കാര്യം മാത്രം നിങ്ങൾ എടുത്തു നോക്കൂ. എന്താണ് സംഭവം? സമസ്തയിലേക്ക് എന്തുകൊണ്ട് എന്നൊരു സീഡി പുറത്തിറക്കണം, അത് കേരളത്തിലാകെ പ്രദർശിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രസംഗം നടത്തണം എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അത് നമ്മൾ ഒരിക്കലും ചെയ്യൂല എന്ന് അയാൾക്കറിയാം. അതേ സമയത്ത് അദ്ദേഹത്തിന് ചില അജണ്ടകളുണ്ട്. അതെന്താണ്? കുറെ സീഡി ഇറക്കണം, അത് പ്രചരിപ്പിക്കപ്പെടണം. ഇങ്ങനെയുള്ള അജണ്ടകൾ നടപ്പിലാക്കാൻ ഈ സംഘടനയിൽ എനിക്ക് കഴിയൂല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് യഥാർത്ഥത്തിൽ അപ്പുറത്തെ സമസ്തയിലേക്ക് അദ്ദേഹം പോകാൻ രഹസ്യമായി തീരുമാനിക്കുകയും ആ അടിസ്ഥാനത്തിൽ അയാൾ തന്നെ ബന്ധപ്പെടുത്തിയിട്ടാവണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പുറത്തെ പല ആളുകളും നമ്മളോട് ബന്ധപ്പെട്ടു. സ്വാഭാവികമായും അവർ വിളിച്ചപ്പോ നമ്മളതിന് ചെവി കൊടുത്തിട്ടേ ഇല്ല ആദ്യകാലങ്ങളിലൊക്കെ. പക്ഷെ വീണ്ടും വിളിച്ചപ്പോ അവസാനം അവർ നമ്മളോട് ചോദിച്ചു, മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഷഹ്റുൽ മുബാറക്കിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ മർക്കസിലുള്ള കേസത്തെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? നമ്മൾ പറഞ്ഞു അതിനുവേണ്ടി ഏറ്റവും പ്രസംഗിച്ചതും അല്ലെങ്കിൽ അത് ഹഖാണ്, നബിതങ്ങളുടേത് തന്നെയാണ് എന്ന് ഏറ്റവും കൂടുതൽ ഉറച്ചു വിശ്വസിക്കുന്നവരും ഞങ്ങൾ തന്നെയാണ് എന്ന് ഞാൻ മറുപടി പറഞ്ഞപ്പോൾ സത്യത്തിൽ ആ ചർച്ച അവിടെ വഴിമുട്ടുകയായിരുന്നു. പക്ഷേ അന്വേഷണങ്ങൾ തുടർന്നു. സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായ സാഹചര്യം മുതലെടുത്തുകൊണ്ട് അത്തരം ഒരു ചിന്തയിലേക്ക്, എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കേരളത്തിൽ 2 പ്രധാന സംഘടനകൾ, ചേളാരി വിഭാഗവും മഹാന്മാരായ പണ്ഡിതന്മാർ നേതൃത്വം നൽകുന്ന നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഈ 2 സംഘടനകളെ സംബന്ധിച്ച് നമുക്കൊരു പഠനം നടത്താം, ഒന്ന് വിലയിരുത്താം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ആവാം, നമുക്ക് ഒരു പഠനം നടത്തി എന്താണ് കുഴപ്പം എന്ന് പറഞ്ഞിട്ട് രാത്രി പെട്ടെന്ന് ഒരു ദിവസം വിളിച്ചു കൊണ്ടുപോയി എന്നോട് പറഞ്ഞു, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്നത് ചേളാരിയിലെ അവർ നേതൃത്വം നൽകുന്ന സമസ്തയാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് ഒരു പ്രസംഗം നമുക്ക് നടത്താം. എന്നിട്ട് നമുക്ക് അതിൽ പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് അവലോകനം ചെയ്ത് ആ പറഞ്ഞ കാര്യങ്ങളിൽ സത്യമുണ്ടോ എന്ന് മനസ്സിലാക്കി നമുക്ക് തീരുമാനമെടുക്കാം. സ്വാഭാവികമായും ഒരു വിഷയത്തിൽ നമ്മൾ പ്രബന്ധം അവതരിപ്പിക്കുമ്പോൾ ആ വിഷയത്തിൽ സാധാരണ പറയുന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രബന്ധം നമ്മൾ അവതരിപ്പിക്കും. ഉദാഹരണം പറയാണ്, ഇസ്തിഗാസ എന്ന വിഷയത്തിൽ നമ്മളൊരു ചർച്ച നടത്തുമ്പോൾ വഹാബികളുടെ വാദം ഇസ്തിഗാസ ശിർക്കാണ്. ആ വാദത്തിൽ അവർ പറയുന്ന തെളിവുകളും അവരുടേതായ ശൈലിയിൽ തന്നെ സമർപ്പിച്ച് പിന്നെ അതിന് നിരൂപണം കണ്ടെത്തി അതിലെന്താണ് ശരി എന്ന് അന്വേഷിക്കുന്ന ഒരു റൂട്ട് പലപ്പോഴും നമ്മൾ സ്വീകരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ചേളാരി വിഭാഗം സമസ്തയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ പോകാൻ ഒരുങ്ങുമ്പോൾ അതിന് അതിൻ്റെതായ ന്യായങ്ങൾ എന്തെല്ലാം നമുക്ക് കണ്ടെത്താൻ കഴിയും എന്ന് നിങ്ങളൊന്ന് പ്രസംഗിച്ച് നമുക്കതിനെക്കുറിച്ച് ഒരു ചർച്ച നടത്താമെന്ന് പറഞ്ഞപ്പോൾ
അതിന് കുഴപ്പമില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പ്രസംഗം ഞാൻ നടത്തിയത്. ശേഷം അതിന്റെ അവലോകനം നടന്നിട്ടുണ്ട്. ആ പ്രസംഗത്തിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളെയും നമ്മൾ വീണ്ടും ചർച്ച ചെയ്യുകയും അതിൻ്റെതായ യഥാർത്ഥ രൂപം ഇതാണെന്ന് ഞങ്ങൾ തന്നെ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ജനങ്ങളിൽ നിന്ന് മറച്ചു വെച്ച് ആ ഭാഗം കട്ട് ചെയ്ത് പ്രഭാഷണം മാത്രം സീഡിയാക്കി പൊതുജനങ്ങൾക്ക് കൊടുത്ത് അതിനെത്രയാണ് പൈസ വാങ്ങിയത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു വലിയ ചതിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് ഇവിടെ തുറന്നു പറയുകയാണ്. നമ്മൾ അനുഭവിക്കുമ്പോഴാണല്ലോ കാര്യങ്ങൾ മനസ്സിലാക്കുക. ബഹുമാനപ്പെട്ട അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു മക്ക വിജയം നടന്ന കാലത്ത് അതിന്റെ ആദ്യ ഭാഗത്ത് തന്നെ മുസ്ലിമായിട്ടുണ്ട് എങ്കിലും ഇസ്ലാം വളരെ ശക്തമായി മനസ്സിൽ ഉറച്ചിട്ടില്ലായിരുന്നു. എല്ലാവരും മുസ്ലിമായിട്ട് ബഹുമാനപ്പെട്ടവരും ഇസ്ലാം മതം സ്വീകരിച്ചു. പക്ഷേ അവിടെ നമുക്ക് കാണാം, ഒരു പാറക്കല്ലിന്റെ മുകളിലിരുന്ന് അന്ന് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 10,000-കണക്കിന് ആളുകളുമായി ഈ മക്കയിലേക്ക് കടന്നു വന്നപ്പോ ഞാനും ഒരു വലിയ സൈന്യം ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ എന്ന് ബഹുമാനപ്പെട്ട അബൂ സുഫിയാൻ തങ്ങളുടെ മനസ്സിൽ പറഞ്ഞിട്ടില്ല. മനസ്സിൽ ഒരു ചിന്ത നടന്നപ്പോ ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ പിന്നിലൂടെ വന്ന് ഇതഞ്ഞു ഹുദീകല്ല നബിതങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ സുഫിയാൻ തങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുന്ന അക്കാര്യം അത് മനസ്സിലാക്കിയിട്ട് കുഫിയടുത്തുള്ള വസ്തുവിനെ പോലെ എന്ന് പറഞ്ഞ പോലെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ബാക്കി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾ അങ്ങനെ ഒരു സൈന്യത്തെ ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ അല്ലാഹു നിങ്ങളെ നശിപ്പിക്കുമായിരുന്നു, നിന്ദനാക്കുമായിരുന്നു. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിനോട് ഇപ്പോൾ ഞാൻ ഉറപ്പിക്കുന്നു, അങ്ങ് തന്നെയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് സംശയങ്ങളില്ല, ഇതെന്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞ പോലെ മുഹമ്മദ് രാമന്തരിയെ ഒഴിവാക്കണം എന്ന് വന്ധ്യരായ ഉസ്താദവരുകൾ എന്നോട് നിർദ്ദേശിച്ച സമയത്ത് ഞാൻ എന്റെ ബുദ്ധിമോശം കൊണ്ടോ അല്ലെങ്കിൽ എന്റെ വിവരക്കേട് കൊണ്ടോ അതിന്റെ ആഴം മനസ്സിലാക്കാൻ കഴിയാതെ പോയി. അൽഹംദുലില്ലാഹ് ഞാൻ ഇപ്പോൾ അനുഭവിച്ച് പഠിച്ചിരിക്കുകയാണ്. ഉസ്താദവരുടെ കറാമത്താവണം, അല്ലെങ്കിൽ അവിടുത്തെ മനസ്സിന് വല്ല ചെറിയൊരു വേദനയെങ്കിലും വന്നതാവണം ഇത്രയും വലിയ പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടായത് എന്ന് തന്നെയാണ് ഞാൻ അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നത്. അല്ലാഹു നമ്മുടെ ഉസ്താദുമാരുടെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുവാനാവട്ടെ. ഇനി ഇവിടെ അങ്ങോട്ടുള്ള മുഴുവൻ സമയങ്ങളിലും ഉസ്താദുമാരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുവാനാവട്ടെ. അപ്പൊ ഒന്നാമതായി നമുക്ക് പറയാനുള്ള കാര്യം, ഇത് കേൾക്കുന്ന എല്ലാവരോടും പൊതുജനങ്ങൾക്ക് നൽകാൻ വേണ്ടി പ്രസംഗിച്ച ഒരു CD അല്ലാതെ അത് വിഷയങ്ങളെ ഒന്ന് സംഗ്രഹിച്ച് ഒന്ന് വിലയിരുത്താൻ വേണ്ടി നടത്തിയൊരു പ്രസംഗമാണ്. അത് അതേ ശൈലിയിൽ തന്നെ ഒരാൾ അങ്ങോട്ട് പോകുമ്പോൾ നടത്തുന്ന അതേ എന്നോട് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. കാശ്മീരത്ത് തന്നെ നടത്തണം, എന്നാലേ അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയൂ. യഥാർത്ഥത്തിൽ പിന്നെ നമ്മളതിനെ അവലോകനം ചെയ്തിട്ടുണ്ട്, അതിന്റെ വിശദീകരണം കൊടുത്തിട്ടുണ്ട്. വിശദീകരണം കൊടുത്തിട്ട് അതിന്റെ CD-യും മുപ്പേയിൽ തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ അതിൽ പറഞ്ഞ കാര്യങ്ങൾ, അതിന്റെ യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഒറ്റ ഒന്ന് കണ്ണോടിച്ചുകൊണ്ട് മാത്രം വിശദീകരിക്കുകയാണ്. അത് കൃത്യമായി 5 കാരണങ്ങളായിരുന്നു അന്ന് നമ്മൾ സമസ്തയിലേക്ക് പോകുന്ന ഒരാൾ കണ്ടെത്തുന്ന 5 കാരണങ്ങൾ എന്ന രൂപത്തിൽ നമ്മൾ അവതരിപ്പിച്ചു. ഒന്നാമതായി ഈ മഹാനായ താജുൽ ഉലമ, അതുപോലെ തന്നെ നമ്മുടെ ഉസ്താദുമാർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ യഥാർത്ഥ രൂപം ഇവിടെ നിലനിർത്താൻ വേണ്ടി സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോരുകയും നേരത്തെ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ച അതേ സുന്നത്തെ ജമാഅത്ത് ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. അതാണ് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നത്. മഹാനായ താജുൽ ഉലമ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ, നമ്മുടെ MA ഉസ്താദ്, ചിത്താരി ഉസ്താദ്, പൊന്മ ഉസ്താദ്, ഒന്നിലായ വലിയ ഉസ്താദ്, ഇവരെല്ലാവരും ഒറ്റക്കെട്ടായി നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനം, ആ പ്രസ്ഥാനം ഇന്നും മുബത്തദീങ്ങളോടുള്ള ബന്ധത്തിൽ വളരെ ശക്തമായ അതിന്റെ നിലപാട് തുടരുന്നു എന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോ ഇവിടെ നാം ആ CD-യിൽ പറഞ്ഞ ഒരു കാര്യം, പഴയ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ സമസ്തയും കീഴ്ഘടകങ്ങളും വഹാബികളോടും ജമാഅത്തെ ഇസ്ലാമിക്കാരോടുമുള്ള ആ ഒരു ബന്ധത്തിൽ, അല്ലെങ്കിൽ തീരെ ബന്ധം പാടില്ല എന്ന് പറഞ്ഞിടത്ത് നിന്ന് അല്പം താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയായിരുന്നു ഒന്നാമതായി അതിൽ പറഞ്ഞ കാര്യം. ഞങ്ങൾ പിന്നെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ചർച്ച ചെയ്ത CD-യിൽ ഇല്ലല്ലോ. നമ്മൾ പറഞ്ഞു, അതിൽ തന്നെ പറഞ്ഞെന്താ,
ശംസുലുലമ ഇക്കേ മുഖത്തൊരു മുസ്ലിയാരും അന്ന് മുതലക്കുളം മൈതാനിയിൽ വിദഗ്ധകാരന്റെ കൂടെ ഇരുന്നു എന്നതുകൊണ്ടാണല്ലോ നമ്മൾ ഇറങ്ങിപ്പോന്നത്. അവിടെ തന്നെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇരുന്നു എന്നതല്ല പ്രധാന പ്രശ്നം. ഇരുന്നവരോടൊപ്പം 3 ത്വലാഖ് ഒന്നിച്ചു കഴിഞ്ഞാൽ അത് ഒന്നേ സംഭവിക്കൂ എന്ന് അപ്പുറത്തുനിന്ന് ആ സ്റ്റേജിൽ വെച്ച് വിദഗ്ധകാരനായ മൗലവി പറഞ്ഞപ്പോൾ മഹാനായ ശംസുലുലമ, വലിയ മഹാനാണ്, നമുക്കത് തർക്കമില്ല, ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ആ ശംസുലുലമ നമ്പറുടെ ബഹുമാനപ്പെട്ടവർ അതിനോട് പ്രതികരിച്ചില്ല, അല്ലെങ്കിൽ അത് സമ്മതിക്കുന്ന രൂപത്തിൽ ഇരുന്നു എന്നതായിരുന്നല്ലോ പ്രശ്നം. അപ്പൊ യഥാർത്ഥത്തിൽ അങ്ങനെ വിദഗ്ധകാരന്റെ കൂടെ ഇരുന്ന് ആ വിദഗ്ധകാരന്റെ വാദങ്ങൾ അംഗീകരിക്കുന്ന ഒരു ഏർപ്പാട് അത് പാടില്ല എന്ന് ഇവിടെ പഠിപ്പിക്കുന്നത് ഖബറുലമയും താജുലുലമകളുമാണ് എന്ന് ഏതൊരു കുട്ടിക്കും മനസ്സിലാകുന്ന കാര്യമാണ്. അതിനിവിടെ ഉദ്ധരിച്ച ഒരു കാര്യം പേരോട് ഉസ്താദ് ജിസാനോട് ഉപദേശിച്ച ആ പ്രഭാഷണത്തിൽ അല്ലെങ്കിൽ ഉപദേശത്തിൽ അവിടെയും ഞാനൊന്ന് പറയാം. ജിസാനുമായുള്ള ബന്ധം പേരോട് ഉസ്താദ് നേരത്തെ ഉണ്ട് എന്ന് എനിക്കറിയാം. ഞാൻ ജിസാനോട് ബന്ധപ്പെടുന്നത് തന്നെ പേരോട് ഉസ്താദ് എന്നോട് ഏറ്റവും സ്നേഹമുള്ള ആളാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അവിടെയും ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു സംഗതി, പലരും ചോദിക്കാറുണ്ട്, വെൺമള ഉസ്താദും അല്ലെങ്കിൽ ഈ പേരോട് ഉസ്താദും ഒക്കെ എന്തിനാണ് ഈ ജിസാൻ എന്ന ഈ വ്യക്തിയോട് ഇത്ര കൂടുതൽ സംസാരിച്ചത് അല്ലെങ്കിൽ ഇത്ര ബന്ധം സ്ഥാപിച്ചത് എന്നതിന് ഒരു അടിസ്ഥാന കാരണമുണ്ട്. അതെന്താണ്? ഇയാൾ പേരോട് ഉസ്താദിന്റെ വണ്ടിയിൽ തന്നെ കയറി സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളെ പഠിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് കൂടെ നടന്നത്. ഗൾഫിൽ നിന്ന് എന്നെ വിളിക്കാറുണ്ട്, ഈ പറഞ്ഞ പണ്ഡിതന്മാരെല്ലാം വിളിക്കാറുണ്ട്. ആ വിളിക്കുന്നതൊന്നും ദുന്യവിയായ ഒരു ആവശ്യത്തിനോളം വിളിക്കാറില്ല. വിളിക്കുന്നത് ഇസ്തിറാഹയുടെ തെളിവ് ചോദിച്ച് അല്ലെങ്കിൽ തവസ്സുലിന്റെ തെളിവ് ചോദിച്ച് ഇങ്ങനെ പണ്ഡിതന്മാരുമായി ബന്ധം സ്ഥാപിക്കുകയും ആ ബന്ധം മുതലെടുത്തുകൊണ്ട് പിന്നീട് അവരെ വഞ്ചിക്കുകയും ചെയ്തു എന്നതാണ് അതിന്റെ ശരി. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത്, ആ 4.5 മണിക്കൂറുള്ള ഉപദേശത്തിൽ പേരോട് ഉസ്താദിനോട് ജിസാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടായിരുന്നു. ആ ചോദ്യവുമായി ബന്ധപ്പെട്ട ഒരു ക്ലിപ്പാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അഥവാ മുബത്തദിഈങ്ങളോടുള്ള ബന്ധം അത് അവർ ഉള്ള മജ്‌ലിസിൽ നമ്മൾ പെട്ടുപോയാൽ അതൊരു ഉദാഹരണം എന്ന് പറയുന്നു. അപ്പോ മുബത്തദിഈങ്ങളിൽപ്പെട്ട ഒരാൾ ഒരു മുബത്തദിയായ മനുഷ്യൻ നമ്മളെ വിളിച്ചു, നമ്മൾ പോകാൻ പാടില്ല, നമ്മൾ അവരെ വിളിക്കാനും പാടില്ല. അതേ സമയത്ത് നമ്മളൊരാൾ കല്യാണത്തിന് വിളിച്ചു, അവിടെ ഒരു ഗുജറാത്തുകാരനും വന്നിട്ടുണ്ട് എന്നതുകൊണ്ട് നമ്മൾ ആ കല്യാണത്തിന് പോകാൻ പാടില്ല എന്ന് പറയേണ്ടതില്ല എന്ന ഒരു ചെറിയ ആശയം. അഥവാ വിദഗ്ധകാരന്റെ വാദം അംഗീകരിക്കുകയോ അവനെ സപ്പോർട്ട് ചെയ്യുകയോ അവന് വേണ്ടി അംഗീകാരം കൊടുക്കുകയോ ചെയ്യുന്ന രൂപത്തിൽ അവരോട് ഇരിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ആ ഉപദേശത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. ഇത് ഞങ്ങൾ അതിന്റെ ശേഷം അവലോകനം ചെയ്തിട്ടുണ്ട്. കാരണം ആ 4.5 മണിക്കൂറുള്ള സാധനം ജിസാൻ എന്റെ കയ്യിലാണല്ലോ തന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ പൂർണ്ണ ഭാഗം നോക്കുന്ന ആർക്കും അത് മനസ്സിലാവുകയും ചെയ്യും. അതുപോലെ തന്നെ അതിന് ഉദ്ധരിച്ച വേറൊരു ഭാഗം മർക്കസിൽ നടന്ന ഫത്ഹുൽ ബുഖാരി, അവിടെ വെച്ച് പേരോട് ഉസ്താദിന്റെ പ്രസംഗം. ആ പ്രസംഗത്തിലും മുബത്തദിഈങ്ങളുമായുള്ള ബന്ധം സവിസ്തരം വിശദീകരിക്കുകയും ഏറ്റവും അവസാനം ഇന്ന് നമ്മൾ കാണുന്ന വഹാബികൾ, സാധാരണ സംഘടനാ ബന്ധമുള്ള മുബത്തദിഈകൾ, അവരുടെ ബന്ധം പറഞ്ഞതിന്റെ ശേഷം വേറെ ചില സാധിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തന്നെ അറിയില്ല അവർ വിചാരിതാണ്. ഏതോ ഒരു സമയത്ത് എന്തോ ചില ആശയങ്ങൾ അവരുടെ തലയിൽ കയറിയിട്ടുണ്ടാവാം. അവരോട് നമ്മളെ കർശനമായ ബോധത്തിൽ പെരുമാറി പോയാൽ ചിലപ്പോൾ അവൻ ഉള്ളതും മനസ്സിലാക്കുന്ന ഒരവസ്ഥ അവന് ഉണ്ടാവില്ല. അത്തരം ആളുകളെ നമ്മളിലേക്ക് അടുപ്പിച്ച് അവനെ ഉപദേശിക്കണം എന്ന് പറയുന്ന ചില കാര്യങ്ങൾ, അതാണ് ആ പ്രഭാഷണത്തിനുള്ളത്. ചുരുക്കത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ അതിന്റെ സ്ഥാപിത കാലഘട്ടം, അതിനു മുമ്പ് നോക്കിയാൽ ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലും നമ്മുടെ എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞ മുബത്തദിഈങ്ങളോടുള്ള ആ ശക്തമായ കണിശമായ നമ്മുടെ ആദർശത്തിൽ ഇന്നുവരെ ഒരു വിട്ടുവീഴ്ചയും നമ്മുടെ ഉലമാക്കളിൽ നിന്നോ പണ്ഡിതന്മാരിൽ നിന്നോ ഉണ്ടായിട്ടില്ല എന്ന് ആ പ്രഭാഷണത്തിന്റെ ശേഷം തന്നെ ഞങ്ങൾ മനസ്സിലാക്കുകയും വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അത് ആ തീയതിയിൽ പറയാത്തത് കൊണ്ട് അതതിന്റെ കൂടെ എല്ലാവരും മനസ്സിലാക്കണമെന്ന് ഇവിടെ പറയുകയാണ്. അതേസമയത്ത് അവിടെ ഒരു മറുവശമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ചേളാരി വിഭാഗത്തിന്റെ സമ്മേളനങ്ങൾ അല്ലെങ്കിൽ അവരുടെ പരിപാടികൾ. ഏത് പരിപാടിയിലാണ് വഹാബികളുടെ സാന്നിധ്യമില്ലാത്തത് അല്ലെങ്കിൽ മുബത്തദിഈങ്ങളുടെ സാന്നിധ്യമില്ലാത്തത്? അപ്പൊ ചുരുക്കത്തിൽ അത് ആ രൂപത്തിൽ പറഞ്ഞ ഒന്നാമത്തെ കാരണം തന്നെ
സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇന്ന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ശൈഖുന ഖമറുൽ ഉലമ ഉസ്താദ് അവറുകളും താജുൽ ഉലമ സയ്യിദ് അവറുകളും നേതൃത്വം നൽകുന്ന സമസ്തയിൽ തന്നെയാണ് എന്നത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഇവിടെ രണ്ടാമത്തെ കാരണമായി നമ്മൾ പറഞ്ഞ ഒരു സംഗതി അതെന്തായിരുന്നു? ആ സീഡിയിൽ നമ്മൾ രണ്ടാമത്തെ കാരണമായി കണ്ടെത്തിയത് വാദപ്രതിവാദങ്ങളും ഖണ്ഡനങ്ങളും നമ്മുടെ ഈ സംഘടനയിൽ ഒഴിവാക്കണമെന്ന് നിർദ്ദേശിക്കപ്പെടുകയും അത് ഒഴിവാക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് എന്നും അതിൽ പരാമർശിച്ചിട്ടുണ്ട്. മാത്രമല്ല അതിന് തെളിവായി ആ ദിശാനോട് തന്നെ നടത്തിയ ബഹുമാനപ്പെട്ട പേരൂർ ഉസ്താദിന്റെ പ്രസംഗത്തിൽ വളരെ കൃത്യമായി ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. സംവാദവും ഖണ്ഡനവും പാടില്ല എന്നല്ല അതിൽ പറയുന്നത്. ഹിദായയുടെ വിഭാഗത്ത് വായിച്ച് അഥവാ അനാവശ്യമായ തർക്കങ്ങൾ, ആവശ്യമില്ലാത്ത തർക്കങ്ങൾ അതൊഴിവാക്കണം. അത് എല്ലാവർക്കും ഇവിടെ അഭിപ്രായമുള്ള ഒരു കാര്യമാണ്. അതിനിവിടെ നേരത്തെ നമ്മൾ അത് വേണമെന്ന് നമ്മുടെ ഉലമാവ് പറഞ്ഞിട്ടില്ല. അതേ സമയത്ത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. വളരെ മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട ശൈഖുന ഇ.കെ. ഹസൻ മുസ്ലിയാരുടെ വിയോഗശേഷം ഇവിടെ നടന്ന വാദപ്രതിവാദങ്ങൾ എടുത്തു നോക്കിയാൽ കോട്ടപ്പുറം സംവാദം മുതൽ പൂരൂർ സംവാദം മുതൽ എത്ര സംവാദം ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് തന്നെ നമ്മളെ നേരെ ഇരുത്തിയിട്ട് എത്രയോ സംവാദത്തിന്റെ അനുഭവങ്ങൾ നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. മാത്രമല്ല അതിന്റെ ശേഷം പേരൂർ ഉസ്താദ് നടത്തിയ സംവാദങ്ങൾ മഞ്ചേശ്വരവും അതുപോലെ തന്നെ അങ്ങനെ തുടങ്ങി ധാരാളം സ്ഥലങ്ങളിൽ നമുക്കറിയാം. കോട്ടക്കൽ സംവാദം, അങ്ങനെ അതിന്റെ ശേഷം നടന്ന ഇതെല്ലാം നമ്മുടെ സംഘടനയുടെയും നമ്മുടെ പണ്ഡിതന്മാരുടെയും നേതൃത്വത്തിൽ നടന്നത് തന്നെയാണ്. അതാർക്കും ഇവിടെ സംശയിക്കേണ്ടതില്ല. ഇത് വ്യക്തമായി ഏറ്റവും കൂടുതൽ അറിയുന്ന ആളാണ് ഈ മുഹമ്മദ് രാമമ്പലിയും ഞങ്ങളെല്ലാം. കാരണം അതുമായി ബന്ധപ്പെട്ട് നടന്ന വാദപ്രതിവാദങ്ങളെല്ലാം എടുത്തു നോക്കുമ്പോൾ അതൊക്കെ നമ്മുടെ സംഘടനാ ചാനലിൽ നടത്തിയ വാദപ്രതിവാദങ്ങൾ തന്നെയാണ്. ഏറ്റവും ഒടുവിൽ മസ്കത്തിൽ നടന്ന വാദപ്രതിവാദം, ആ വാദപ്രതിവാദം നടത്തുന്ന സംഘടന തന്നെയാണ്. അവിടുത്തെ ഔദ്യോഗിക സംഘടനയായ മസ്കത്ത് ഐസിഎഫിന്റെ നേതൃത്വത്തിലായിരുന്നു ആ വാദപ്രതിവാദം നടന്നത്. ഞാൻ പറയുന്നത് അങ്ങനെ ആദർശ രംഗത്തെ പോരാട്ടത്തിൽ ഏറ്റവും കൂടുതൽ സൗകര്യം നൽകുകയും പ്രചോദനം നൽകുകയും ചെയ്തത് നമ്മുടെ സംഘടന തന്നെയാണ്. മാത്രമല്ല നമ്മുടെ ഈ ചെറിയ അനുഭവത്തിൽ തന്നെ നമ്മുടെ പണ്ഡിതന്മാർ അതിന് നൽകിയ പ്രചോദനം എന്നും നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. ഈ അടുത്ത് മൂവാറ്റുപുഴ സംവാദത്തിന് സ്ഥലത്ത് ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അവറുകൾ അല്ലാഹുവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. മഹാനായ തങ്ങളുടെ സമീപത്ത് അതിന് സമ്മതം കിട്ടാൻ വേണ്ടി നമ്മൾ ചെന്നു. അപ്പൊ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് വാദപ്രതിവാദത്തിന് പോകുന്നു, തങ്ങൾ ദുആ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ വഹാബികളോടാണോ എങ്കിൽ അത് വിജയിച്ചു, ധൈര്യമായി പോയിക്കോളൂ എന്ന് പറഞ്ഞു. പിന്നെയും അവിടെ നിന്നപ്പോ പറഞ്ഞു, പോകാനല്ലോ പറഞ്ഞത്, നിന്റെ മുന്നിലും പിന്നിലും ഞാനുണ്ടാകും, ധൈര്യമായി പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങളെ ആശീർവദിച്ച് വിട്ട നേതാവാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അവറുകൾ. മാത്രമല്ല ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ചെറുപ്പത്തിൽ കൊണ്ടോട്ടി മുതൽ കോട്ടക്കൽ എന്ന് തുടങ്ങി ഏതൊക്കെ വാദപ്രതിവാദങ്ങൾ നടത്തിയിട്ടുണ്ടോ ആ വാദപ്രതിവാദങ്ങളിൽ മുഴുവനും നമുക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും ദുആ ചെയ്തുകൊണ്ടതും ആശീർവദിച്ചതും വല്ലരായ ഗുരുവചിതാണ്. ഓരോരുത്തരെയും പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല, ഒറ്റ വാക്കും കൂടി അവിടെ പറയാം. ഈ സംഘടനയും ഈ പ്രസ്ഥാനവും ആദർശ രംഗത്ത് നൽകുന്ന ഈ വലിയ പ്രചോദനത്തിന്റെ ഒരു 10 ഭാഗം പോലും ചേരാരി സമസ്തയിൽ കാണാൻ പറ്റില്ല എന്ന് ആർക്കാണ് അറിയാൻ കഴിയാത്തത്? അവിടെ ആളില്ലാത്തത് കൊണ്ടാണോ അല്ലാഹു? ഞാൻ പറയുന്നത് ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ ഉസ്താദ് അവറുകൾ ഇപ്പൊ ഈ അടുത്ത് മസ്കത്തിലേക്ക് പോകുന്നതിന്റെ 4 മണിക്കൂർ വിളിച്ചു വരുത്തിയിട്ട് ഉസ്താദ് അവറുകൾ എന്തൊക്കെ ചോദിക്കണം, എന്തൊക്കെ പറയണം, അത് കഴിഞ്ഞ് മസ്കത്ത് എയർപോർട്ടിൽ ഇറങ്ങിയതിന്റെ ശേഷം വീണ്ടും വിളിച്ചു, എല്ലാം റെഡിയായില്ലേ, ഇനി എന്തെങ്കിലും റെഡി ആവാനുണ്ടോ? അങ്ങനെ വാദപ്രതിവാദം കഴിഞ്ഞ് ഈ ഉസ്താദ് കേരളത്തിലാണുള്ളത്. 3-3:30 സമയത്ത് അവിടെ വാദപ്രതിവാദം കഴിഞ്ഞ് ഇന്റർനെറ്റ് ക്ലാസ് റൂമുകളിൽ നമ്മളതിന്റെ ആഘോഷം നടത്തുമ്പോൾ ഉസ്താദ് അവറുകൾ 3-3:30 സമയത്ത് ഇന്റർനെറ്റിൽ കയറി നമ്മുടെ സംവാദം കേൾക്കുകയും ആശംസ അറിയിക്കുകയും ദുആ ചെയ്യുകയും ചെയ്യും. ഞാൻ പറയുന്നത് ഇത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. ഇതൊക്കെ നമ്മൾ വിലയിരുത്തിയിട്ടുണ്ട്. ഈ പ്രസംഗം മാത്രം കേൾക്കുന്നവരാൽ, ആ പ്രസംഗത്തിന്റെ ശേഷം നടന്ന വിലയിരുത്തലുകൾ കേൾക്കാതെ പോയാൽ അത് ജനങ്ങളോടുള്ള വഞ്ചനയാകുമെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പ്രസംഗം അടിയന്തരമായി നമ്മൾ നടത്തുന്നത് എന്നുകൂടി ഇവിടെ അറിയിക്കുകയാണ്.
ഇനി നമ്മൾ നോക്കൂ, ഓരോന്നും പറയേണ്ടതില്ല. ഏതായാലും ഈ ഭാഗത്തിന് എന്തിനാണ് ഇവിടെ സമയമുള്ളത്? എന്തിനാണ് അവർക്ക്, ഏത് പണിയാണ് അവർക്കുള്ളത്? എല്ലാം തടഞ്ഞുകൂടെ? ആകെ 2 അജണ്ടകൾ മാത്രമേ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. ഒന്ന്, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് തെളി പറയുക എന്നത് മാത്രം. അതുപോലെ തന്നെ അവരുടെ രാഷ്ട്രീയ സംഘടനകൾക്ക് നേട്ടമുണ്ടാക്കി കൊടുക്കുക എന്നതിലുപരി ഒരു ലക്ഷ്യവുമില്ല എന്ന് കേരളം എപ്പോഴും കാണുന്ന ഒരു സംഗതിയാണ്. അത് പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ കാണിച്ചു തന്ന ആദർശ പോരാട്ടത്തിന്റെ വഴി അത് നമ്മുടെ സമസ്ത കേരള ജനപ്രിയത്തിലുള്ളവരിൽ തന്നെയാണ് എന്നതിൽ യാതൊരു തർക്കവും ഇല്ല. ഇനി ഞാൻ അവിടെ പറയാം. മൂന്നാമതായി നാം ആ സീഡിയിൽ പറഞ്ഞിരുന്ന വേറൊരു കാരണം അതുകൂടി അവർ ഓർമ്മപ്പെടുത്താം. ആത്മീയതയ്ക്കെതിരെയുള്ള അങ്ങനെ തോന്നിപ്പിക്കപ്പെടുന്ന ചില പരാമർശങ്ങൾ അത് നമ്മുടെ സമസ്തയിൽ നടക്കുന്നു എന്നവർ കണ്ടെത്തലായിരുന്നു. അത് ഞങ്ങൾ അതിന് ശേഷം വിലയിരുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ആത്മീയതയുടെ പേരിൽ ധാരാളം പിഴച്ചാളുകൾ വന്നിട്ടുണ്ട്, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു, വന്നിട്ടുണ്ട്, ഇനി വരികയും ചെയ്യും. എത്രത്തോളം എന്ന് വെച്ചാൽ മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്താണല്ലോ പ്രവാചകൻ എന്ന പേരിൽ തന്നെ പലരും വന്നത്. മുസൈലിമത്തുൽ കദ്ദാബ് അതിന്റെ ഉദാഹരണമാണ്. അപ്പൊ ഏതൊരു ഒറിജിനൽ വരുമ്പോഴും അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവും. നമ്മുടെ സമസ്ത കേരള ജനപ്രിയത്തിലുള്ള അതിൽ ബഹുമാനപ്പെട്ട താജുലുലമയും ഉസ്താദുകളും നമ്മുടെ മുഴുവൻ ഉസ്താദുമാരും ഏതെല്ലാം വ്യാജ ത്വരീഖത്തുകൾക്കെതിരെ പറഞ്ഞിട്ടുണ്ടോ അത് ദിക്റിനോടുള്ള അല്ലെങ്കിൽ അധികാരികളോടുള്ള വിരോധമല്ല എന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അതും ആ രൂപത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഒന്നുകൂടി അവിടെ പറയാം, വളരെ കൃത്യമായി പറഞ്ഞാൽ ഒറ്റ ത്വരീഖത്ത് ഞാൻ പറയാം. നമ്മുടെ ആലുവയിലുണ്ടല്ലോ ഒരു ത്വരീഖത്ത്. ആ ത്വരീഖത്തിനെ സംബന്ധിച്ച് ഇന്ന് നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ആലുവ ത്വരീഖത്തിൽ ആള് പോയത് ചേളാരി വിഭാഗത്തിൽ നിന്നറിയുന്നു. എന്തുകൊണ്ടാണത്? അതിനെ വിമർശിക്കുന്നതിൽ അല്ലെങ്കിൽ അതിനെ എതിർക്കുന്നതിൽ വന്ന കാലതാമസമായിരുന്നു യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത്. 6 കൊല്ലം പഠനം നടത്തി എതിർക്കുമ്പോഴേക്ക് പ്രധാനപ്പെട്ട ആളുകളൊക്കെ അങ്ങോട്ട് പോയി എന്നത് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ വ്യാജ ആത്മീയത അതിനെതിരെ നടക്കുന്ന സമരത്തെ യഥാർത്ഥ ആത്മീയതക്കെതിരെയുള്ള സമരമായി മാറ്റേണ്ടതില്ല, അങ്ങനെ കണ്ടെത്തേണ്ടതുമില്ല എന്ന് അതും നമ്മൾ അതിന്റെ ശേഷം വിലയിരുത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒന്നുകൂടി ഇവിടെ പറയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം, സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് പോകുന്നതും വരുന്നതും ത്വരീഖത്ത് അംഗീകരിക്കുന്നതും ഇതെല്ലാം ഓരോ വ്യക്തികൾക്കും മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ അത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണല്ലോ മഹാന്മാരായ പണ്ഡിതന്മാർക്ക് തന്നെ, വലിയ വലിയ മശായിഖന്മാർക്ക് തന്നെ പലപ്പോഴും ഇത്തരം ആളുകളെ കണ്ടെത്താനോ മനസ്സിലാക്കാനോ കഴിയാതെ പോയത് ഈ വിഷയത്തിൽ ആഴമേറിയ വലിയ ആവശ്യമാണ് എന്നതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കേരളത്തിൽ ഒരു ത്വരീഖത്ത് വരുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ വരുമ്പോൾ ആ ആളെ സംബന്ധിച്ച് എന്താണോ നമ്മുടെ നിലപാട് എന്ന് ചോദിച്ചാൽ ആ ആളെ സംബന്ധിച്ച് നമ്മുടെ പണ്ഡിത സംഘടനയുടെ നിലപാട് എന്താണോ അതാണ് നമ്മുടെ ഈ നിലപാട്. അത് ഏത് വിഷയത്തിലും അങ്ങനെയാണ്. ഇത് അവസാനം ഹാഫിദിനെ കുറിച്ചുള്ള ചർച്ച വന്നു. ആ ചർച്ചയിലും നമ്മൾ അന്നും ഇന്നും പറയുന്നൊരു പോയിന്റുണ്ട്. സമസ്ത കേരള ജനപ്രിയത്തിലുള്ള ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദുമാർ അവർ എവിടെ നിൽക്കുന്നു അവിടെ തന്നെയാണ് നമ്മുടെ പോയിന്റ്. അതിന്റെ അപ്പുറം ചിന്തിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് മൗഢ്യമാണ്. കാരണം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽ ഇത് രണ്ടും ഉണ്ടായിട്ടുണ്ട്. ത്വരീഖത്തുകൾ അത് മുഴുവനും പേഴ്സലാണ് എന്നവർക്ക് ആർക്കും ഇവിടെ വാദില്ല. നമ്മുടെ പണ്ഡിതന്മാർക്ക് തന്നെ എത്രയോ ത്വരീഖത്തുകൾ അവർ കൊണ്ട് നടക്കുന്നവരാണ്. അപ്പൊ ചുരുക്കത്തിൽ മൂന്നാമത്തെ കാരണമായി നമ്മൾ എടുത്തു പറഞ്ഞ വ്യാജ ത്വരീഖത്തുകൾക്ക് എതിരെയുള്ള നമ്മുടെ സമരത്തെ യഥാർത്ഥ ത്വരീഖത്തുകൾക്കെതിരെയുള്ള സമരമായി മാറ്റിയിട്ട് അതിനെ വിഷയത്തിന്റെ മറുപത്തിൽ നിന്ന് മാറ്റാനുള്ള ശ്രമമാണ് ഇവിടെ നടത്തിയത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നമ്മൾ ആ സീഡിയിലേക്ക് തന്നെ വരാം. പറഞ്ഞു വന്നത് നമ്മൾ അവസാനം നാലാമത്തെ കാരണമായി പറഞ്ഞു, നമ്മുടെ ഈ സംഘടനയിൽ അഥവാ സമസ്ത കേരള ജംഇയ്യത്തുൽ ബഹുമാനപ്പെട്ട നമ്മുടെ താജുൽ സയ്യിദ് അവர்கள் നേതൃത്വം നൽകുന്ന ഈ മഹത്തായ നമ്മുടെ പ്രസ്ഥാനത്തിൽ ചെറുപ്പക്കാരായ ആളുകൾ അവര് നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാരെ നിയന്ത്രിക്കുന്നു എന്നൊരാരോപണം അതിൽ പറഞ്ഞിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് വിശാലമായി ആ പ്രസംഗത്തിന് പോകുമ്പോഴും ഞാനും ഇയാളും തമ്മിൽ ചർച്ച നടന്നിട്ടുണ്ട്. അതിന്റെ ശേഷവും ചർച്ച നടന്നിട്ടുണ്ട്. നമുക്കറിയാം, ഇപ്പോ ചേളാരി സമസ്തയെ സംബന്ധിച്ചിടത്തോളം
അവരുടെ വലിയ പണ്ഡിതന്മാർ എന്ന് പറയപ്പെടുന്ന ആളുകൾക്ക് തന്നെ യാതൊരു ജോലിയും കൊടുക്കാതെ അല്ലെങ്കിൽ അവർക്കൊരു പരിഗണനയും കൊടുക്കാതെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് SKS-ഉം SYS-ഉം അവരുടെ ചെറിയ കുട്ടികളുമാണ്. ഇതാർക്കാണ് അറിയാത്തത്? അതേ സമയത്ത് നമ്മുടെ പണ്ഡിതന്മാർ എന്ന് പറയുന്നു അത് നടപ്പിലാക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പണ്ഡിതന്മാരുടെ ദൗത്യം. അതാണ് നമ്മുടെ സംഘടനകളും നമ്മുടെ ഓരോ ഘടകങ്ങളും ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെ ഒരു ക്ലിപ്പ് അതിൽ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രസംഗത്തിന്റെ, അഥവാ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. അവിടെ ഒന്നുകൂടി ഞാൻ പറയുന്നത് നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിന്റെ ബാക്കി കൂടി അവിടെ പറയാനുണ്ട്. അതെന്താണ്? നേരത്തെ FP ഉസ്താദിനെ സംബന്ധിച്ചും താജുൽ ഉലമയെ സംബന്ധിച്ചും ഉസ്താദ് അവരെ സംബന്ധിച്ചൊക്കെ പറഞ്ഞപ്പോ വാദപ്രതിവാദങ്ങളും ഖണ്ഡനങ്ങളുമൊക്കെ നമുക്ക് പരിചയപ്പെടുത്തുന്നതിലും നമുക്ക് പരിശീലിപ്പിക്കുന്നതിലും ഉസ്താദുമാരുടെ പങ്ക് കൂടി ഞാൻ ഇവിടെ എടുത്തു പറയുകയാണ്. ആലുവ സംവാദം നടക്കുന്ന സമയത്തും ഓട്ടക്കൽ സംവാദം നടക്കുന്ന സമയത്തുമൊക്കെ സിറാജുൽ ഹുദയിൽ ഞങ്ങളെ വിളിച്ചുകൊണ്ടുപോയി രാത്രി മുഴുവനായി ഞങ്ങൾക്ക് വേണ്ടി ഇരുന്നുവെന്ന് വിഷയത്തിന്റെ ഓരോ ഭാഗങ്ങളും പറഞ്ഞു തന്ന് അത് പഠിപ്പിച്ച് അതിനെ നോട്ടാക്കി എന്ന് മാത്രമല്ല പലപ്പോഴും ചെറുപ്പക്കാരായ അല്ലെങ്കിൽ ചെറിയ കുട്ടികളായ ഞങ്ങൾ നടത്തുന്ന ഖണ്ഡനങ്ങൾ മനസ്സിലാക്കുകയും അത് കേൾക്കുകയും എന്നിട്ട് ഇന്ന ഭാഗത്ത് ഇന്ന പ്രശ്നങ്ങളുണ്ട് അത് അടുത്ത പ്രസംഗത്തിൽ തിരുത്തണം എന്ന് വളരെ സ്നേഹത്തോടെ ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതും ഇവിടെ ഞാൻ പ്രത്യേകം എടുത്തു പറയുകയാണ്. അപ്പോൾ പേരുത്താതിന്റെ ഒരു പരാമർശം എന്താണത്? സമസ്തയിൽ 40 ആളുകൾ ഉണ്ടെങ്കിലും ഒരു വിഷയം വരുമ്പോൾ ഞാനാണ് കാര്യം പറയുക എന്ന് പറഞ്ഞത് അത് സത്യത്തിൽ ഞങ്ങൾ അത് മുഴുവനും കേട്ട് വിലയിരുത്തിയത് തന്നെയാണ്. ആ പറഞ്ഞ 40 ആലിമീങ്ങൾക്ക് തിരിയൂല എന്നതാക്കി മാറ്റേണ്ടതില്ല. അതേ സമയത്ത് വിഷയം പറയുന്നത് പലപ്പോഴും പറയാൻ ഏറ്റവും കൂടുതൽ വാചാലതയുള്ളവരും അല്ലെങ്കിൽ അതിലൊരാളായാലും മതിയുള്ളൂ. ഇപ്പൊ 40 പണ്ഡിതന്മാർ അവരെല്ലാവരും കൂടി ഒരു വിഷയം പറയേണ്ട കാര്യമൊന്നുമില്ല. ആ പണ്ഡിതന്മാരെല്ലാവരും കൂടി ചർച്ച ചെയ്ത ഒരു പോയിന്റ് അത് ആ കൂട്ടത്തിലെ ഏറ്റവും പ്രസംഗിക്കാൻ അറിയുന്ന ജനങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകുന്ന രൂപത്തിൽ പറയാൻ പറ്റുന്ന ഒരാൾ പറയണം. അല്ല ആ വാക്ക് തന്നെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. പറയുന്ന ആൾ എന്ന രൂപത്തിലാണ് പറഞ്ഞിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ അതും അങ്ങനെ മനസ്സിലാക്കണം. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത് വാഴ് കടയെ നിയന്ത്രിക്കുക എന്ന ഏർപ്പാട് അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഇല്ല. അതുള്ളത് മറുഭാഗത്ത് തന്നെയാണ് എന്ന് വളരെ വിശദമായി ഒന്നുകൂടി ഞാനിവിടെ പറയുകയാണ്. പിന്നെ അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചില വിഷയങ്ങളിലൊക്കെ FP ഉസ്താദിനും ചെറിയ FP ഉസ്താദിനൊക്കെ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് എന്ന് പേരോട് ഉസ്താദ് ആ പ്രസംഗത്തിൽ അല്ലെങ്കിൽ ആ ഉപദേശത്തിൽ പറയുന്നുണ്ട്. അതും നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ സാഹചര്യം അത് അവർക്ക് ഇന്ന് അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുമെന്ന ആശയത്തിൽ പറഞ്ഞതല്ല, മറിച്ച് ഭൗതികമായ ചില കാര്യങ്ങൾ അത് ചിലപ്പോ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരുമ്പോൾ ഒരു വിഷയം വരുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ കുറിച്ചുള്ള പഠനം വരുമ്പോൾ അയാൾക്കുള്ള അബദ്ധങ്ങൾ അത് കിതാബിൽ നോക്കിയാൽ കിട്ടുന്ന കാര്യങ്ങളാവില്ല. അതേ സമയത്ത് നമ്മുടെ ജനങ്ങൾക്കിടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ അവരുടെ വിഷയത്തിൽ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തേണ്ടി വരും. ആ ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് അതെന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞത് മഹാന്മാരായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ ആദർശ പോരാട്ടം തന്നെയാണ് നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ പ്രത്യേകമായി നടക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ആ കീഴിൽ അതിന്റെ ഇടയ്ക്ക് പറഞ്ഞൊരു സംഗതിയുണ്ട്. സംഘടന പറഞ്ഞതിൽ അംഗീകരിക്കുക, അതേ സമയത്ത് എന്താണ് യാഥാർത്ഥ്യം എന്ന് ചിന്തിക്കാതെ എന്ന ഒരു പരാമർശവും അതിൽ നമുക്ക് കാണാം. യഥാർത്ഥത്തിൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കൃത്യമായി ഈ സമൂഹത്തെ പഠിപ്പിച്ചത് മുസ്ലിമീങ്ങളുടെ ഈ ജമാഅത്ത്, മുസ്ലിമീങ്ങളുടെ ഈ കൂട്ടായ്മ ഇത് മുറുകെ പിടിക്കണം എന്ന ഉപദേശം തന്നെയാണ് എന്ന് പ്രത്യേകമായി ഇവിടെ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ മഹാന്മാരായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലുള്ള നമ്മുടെ ഈ സംഘടനക്കല്ലാതെ ഈ മഹത്തായ പ്രസ്ഥാനത്തിനല്ലാതെ അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്നത് നിലനിർത്താൻ കഴിയില്ല എന്നത് ആർക്കാണ് അറിയാത്തത്? നോക്കൂ നിങ്ങൾ, ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞല്ലോ, അവസാന കാലമാകുമ്പോ അല്ലെങ്കിൽ കാലം നശിക്കുമ്പോ രക്ഷപ്പെടാനുള്ള വഴി ഒത്തൊരുമയോടെ കൂട്ടായ്മ നിലനിർത്തിക്കൊണ്ട് ജീവിക്കുക മാത്രമാണ്. അപ്പൊ സംഘടന എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചതുകൊണ്ടാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഉലമാക്കളും അതുപോലെ സാധാരണക്കാരും ഇവരെല്ലാവരും കൂടി അവർക്ക് അനുയോജ്യമായ രൂപത്തിൽ ദീനീ പ്രവർത്തനങ്ങൾ നടത്തുക. അത് മഹാന്മാരായ വരക്കൽ മുല്ലക്കോയ തങ്ങളും നമ്മുടെ പണ്ഡിതന്മാരും എല്ലാവരും പറഞ്ഞു തന്ന സംഗതിയാണ്. അത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അവസാനമായി ഒറ്റ കാര്യം കൂടി പറയാൻ ഉദ്ദേശിക്കുന്നു. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു. അതിന്റെ മറുപടിയും ഞാൻ പറഞ്ഞു.
പിന്നെ അവസാനം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇപ്പൊ ഈ കാരണങ്ങളൊക്കെ ഉണ്ടായത് ജിഷാന്റെ പ്രശ്നവും മുഹമ്മദ് രാമന്തലിയുടെ പ്രശ്നവും ഇതെല്ലാം സംഭവിച്ചത് ഷാരു മുബാറക്കുമായി ബന്ധപ്പെട്ട വിവാദത്തിന്റെ പേരിലാണല്ലോ. അതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് സമസ്തയിലേക്ക് എന്ന് പേരിട്ട ആ സീഡിയിൽ പറഞ്ഞ ചില പരാമർശങ്ങൾ കൂടി ഒരു മറുപടി പറയുകയാണ്. അതെന്താണ്? ഒന്നാമതായി പറഞ്ഞു, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷാരു മുബാറക്കിനോട് വിരോധമുള്ള വിഭാഗമല്ല അപ്പുറത്തെ ചേരാരി വിഭാഗം. അതേ സമയത്ത് കാന്തപുരം ഉസ്താദിന്റെ കയ്യിലുള്ള ഷാരു മുബാറക്കിനെ മാത്രമേ അവർ എതിർത്തിട്ടുള്ളൂ എന്ന് ഒരു കണ്ടെത്തൽ അതിൽ നമ്മൾ നടത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അതും പിന്നെ ഞങ്ങൾ ചർച്ചയിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. അതെന്താണ്? യഥാർത്ഥത്തിൽ എന്തുകൊണ്ടായിരുന്നു ചേരാരി സമസ്തക്കാർ ഷാരു മുബാറക്കിനെ എതിർത്തത് എന്നിവിടെ അറിയാത്തതാരില്ല. ആരായിരുന്നു ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് ഷാരു മുബാറക്ക് നൽകിയത്? ഒന്ന് നമുക്കറിയാം, അബുദാബിയിലെ പ്രശസ്തനായ മഹാനായ പണ്ഡിതൻ ബഹുമാനപ്പെട്ട ഹദ്റജി, നേരത്തെ SKSF-ന്റെ നേതാവായ അമ്പലക്കടവ് തന്നെ അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് യഥാർത്ഥ കേസമാണെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും കേട്ടതല്ലേ? അവർ വിശ്വസിക്കപ്പെടാൻ പറ്റുന്ന ആളുടെ കയ്യിലുള്ളതാണ്, അത് ഷാരു മുബാറക്ക് തന്നെയാണ് എന്ന് വിശദീകരിക്കപ്പെട്ടതാണ്. ഇനി കാര്യവാനാണെങ്കിലോ അദ്ദേഹത്തെ കൊണ്ടുപോയി സ്വീകരണം നൽകിയത് ചേരാരി വിഭാഗം തന്നെ ബോംബെയിൽ നടത്തുന്ന ഖുവ്വത്തുൽ ഇസ്ലാം എന്ന സ്ഥാപനത്തിലാണ്. അപ്പൊ ഇവരെയൊക്കെ അംഗീകരിച്ചിരുന്നു. പക്ഷെ അവർ കാന്തപുരം ഉസ്താദിന് നൽകിയപ്പോൾ ആ അംഗീകാരം എടുത്തു കളഞ്ഞു. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ നമുക്ക് പറയാൻ അന്നും ഇന്നും എന്നും നമ്മൾ പറഞ്ഞൊരു സംഗതിയുണ്ട്. ഷാരു മുബാറക്ക് എന്ന ഈ അശ്റഫുൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരികേശം മർക്കസിലെത്തിയപ്പോൾ അതിനെ വിമർശിച്ചതും ഒന്നാമതായി പറഞ്ഞതും ഈ വിഭാഗം തന്നെയാണ്. അത് അന്വേഷണം നടത്തിയിട്ടൊന്നുമല്ല. ഉദാഹരണം പറഞ്ഞാൽ അഹ്മദ് ഹദ്റജി മർക്കസിൽ ഷാരു മുബാറക്ക് നൽകി. ആ നൽകിയതിന്റെ തൊട്ടടുത്ത ദിവസം ആ വർഷം പട്ടിക്കാട് ജാമിഅ നൂരിയുടെ സമ്മേളനം നടക്കുന്നു. ആ സമ്മേളനത്തിൽ അമ്പലക്കടവ് പറഞ്ഞിട്ടുണ്ട്. എന്താ അദ്ദേഹം പറഞ്ഞത്? ഇന്നലെ പുതിയൊരു കേസം വന്നിട്ടുണ്ട്, അത് സ്വപ്നം കണ്ടിട്ടാണത്രേ വന്നത്. അതോടെ തന്നെ അതിന്റെ കഥ പോയി, കഥ കഴിഞ്ഞു പോയി. ചുരുക്കത്തിൽ അന്വേഷണത്തിന്റെ ബാലപാഠം പോലും ഇല്ലാതെ ഹസദിൽ നിന്ന് മാത്രമുണ്ടായ ഒരു വിമർശനമാണ് ഇവിടെ എന്നുകൂടി ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാം. പേരോട് സ്ഥാപിച്ച ഒന്ന് രണ്ട് പരാമർശങ്ങൾ ആ സീഡിയിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞിരുന്നു. ഈ വിവാദം അഥവാ ഷാരു മുബാറക്ക് വിവാദം ഉണ്ടാക്കിയതും അതുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ നടത്തിയതും ഉസ്താദിന്റെ സീഡികളിൽ നിന്നാണ് എന്ന ഒരു പരാമർശം. യഥാർത്ഥത്തിൽ ഇതിന് ഞാനും മുഹമ്മദ് രാമന്തലിയും തന്നെ പലപ്പോഴായി കേരളത്തിൽ മറുപടി പറയുകയും വിശദീകരിക്കുകയും ചെയ്തതാണ്. ഉദാഹരണം പറഞ്ഞാൽ ഓമശ്ശേരി മുഖാമുഖത്തിൽ വളരെ കൃത്യമായി എന്താണ് സനദ്, എന്താണ് നസബ എന്ന് തുടങ്ങിയിട്ട് മണിക്കൂറുകളോളം ചേരാരി വിഭാഗവുമായി നമ്മൾ ഏറ്റുമുട്ടിയിട്ടുണ്ട്. ഒരു ഉദാഹരണം മാത്രം അതിനുവേണ്ടി ഇവിടെ വെക്കുകയാണ്. അഹ്മദ് ഹദ്റജി മർക്കസിൽ തിരികേശം ഷാരു മുബാറക്ക് നൽകുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവരുടെ പ്രതിനിധിയായി വായിച്ചു. ആ വായിച്ചപ്പോൾ അത് കൃത്യമായി ഇതിന്റെ രേഖയാണ് എന്ന അർത്ഥത്തിൽ അത് പേരോട് ഉസ്താദ് ഇവിടെ സനദ് വായിക്കുന്നു എന്ന് വിശദീകരിക്കുകയും ആ സനദ് ഏതാണ്, എന്തിനെല്ലാം സനദ് എന്ന് പ്രയോഗിക്കാറുണ്ട് എന്ന് ശേഷം വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല വായിച്ച സനദിൽ ആ നൽകിയ ആളുടെ നസബ് കൂടി പറയുന്നുണ്ട്. എന്നാണ് നസബയാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഇതൊക്കെ എത്രയോ തവണ നമ്മൾ വിശദീകരിച്ചതാണ്. അതിലേക്ക് ഇപ്പോൾ കൂടുതലായി പോകുന്നില്ല. ചുരുക്കത്തിൽ ഇത് മനസ്സിലാക്കാത്തവർ അല്ല ഇവരൊന്നും. ജാലിയവാലക്ക് ഈ ഷാരു മുബാറക്കിന്റെ സനദിൽ പറഞ്ഞ ഗുലാം അബ്ദുൽ ഖാദിർ ജിലാനി അദ്ദേഹത്തെ ഞങ്ങൾ തന്നെ ബോംബെയിൽ പോയി കാണുകയും അറിയുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ ഒരു കള്ളത്തരവും അവിടെ നടന്നിട്ടില്ല. ഇനി ഞാൻ അവിടെ ഈ വിഷയം പറഞ്ഞത് കൊണ്ടുകൂടി എടുത്തു പറയുന്നു. ഇപ്പൊ ചില ശതാബ്ദികളാണെന്ന് പറയപ്പെടുന്നവർ അല്ലെങ്കിൽ ചില ബിരുദധാരികളാണെന്ന് പറയപ്പെടുന്ന ആളുകൾ അപ്പുറത്തെ സ്റ്റേജിൽ കയറിയിട്ട് ഞങ്ങളാണ് ആ കലതുണ്ടാക്കിയത് എന്ന് പറയുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. യഥാർത്ഥത്തിൽ ആരാണോ ബോംബെയിൽ നിന്ന് ഇവിടെ ഷാരു മുബാറക്ക് കൊണ്ടുവന്നത് അതേ മനുഷ്യൻ തന്നെയാണ് അവിടെ നിങ്ങോട്ട് സനദും കൊണ്ടുവന്നത്. അദ്ദേഹത്തെ ബോംബെയിൽ പോയി ഞങ്ങൾ നേരത്തെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. പഴയകാലത്തെ നമ്മുടെ പ്രഭാഷണങ്ങളിൽ അത് വളരെ കൃത്യമായി നമ്മൾ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ചുരുക്കത്തിൽ അവിടെ വ്യക്തമാക്കി ഞാൻ പറയാം. അശ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ് എന്ന് പറയപ്പെട്ടു ഒരു വസ്തുവിനെ സംബന്ധിച്ച്. എന്നാൽ അതിനെ ആദരിക്കണം, അതിനെ ബഹുമാനിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ നിഗമനം, നമ്മുടെ മദ്ഹബ്. സനദ് വേണമെന്നോ
അല്ലെങ്കിൽ സനദ് ഉണ്ടെങ്കിലേ വിശ്വസിക്കൂ എന്ന വാദം ഇബ്നു തൈമിയ്യ ഉണ്ടാക്കിയ പുത്തൻവാദികളുടെ വാദമാണ് എന്ന് ആർക്കാണ് ഇവിടെ അറിയാത്തത്? അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഅർ മുബാറക്കിന് വിരോധികളായി മാറുന്ന മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ അക്കൂട്ടത്തിൽ ചേരാൻ സമസ്തയും പെടുന്നു. പെടാനുള്ള കാരണം ഹസദായിരുന്നു. ആ ഹസദിൽ നിന്ന് അവർ ചില വാദങ്ങൾ കണ്ടു. അതെന്താണ്? ശഅർ മുബാറക്കാണ് എന്ന് വിശ്വസിക്കണമെങ്കിൽ ഇപ്പൊ തന്നെ ഈ ചർച്ചകൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ചില ഫോട്ടോകളും കാര്യങ്ങളൊക്കെ കണ്ട് ചില ആളുകളോട് നമ്മൾ ചർച്ച നടത്തിയപ്പോ അവർ നമ്മളോട് ചോദിച്ചു, ശഅർ മുബാറക്ക് എസ്കേഎസ്എഫിന്റെ നേതാക്കൾ ചോദിച്ചു, ശഅർ മുബാറക്കാണ് എന്ന് നിങ്ങൾ എങ്ങനെ പറയും? അപ്പൊ നമ്മൾ ചോദിച്ചു, ശഅർ മുബാറക്ക് അല്ല എന്ന് നിങ്ങൾ എങ്ങനെ പറയും? അപ്പൊ അവർ പറഞ്ഞത്, അതിന് സനദ് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടോ? സനദ് കാണിച്ചു തരാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ അന്നും ഇന്നും പറഞ്ഞിട്ടുണ്ട്, ഒരു വസ്തു തിരികേശമാണെന്ന്, അല്ലെങ്കിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഒരു നബിയുടെ ആധാർ ആണ് എന്ന് വിശ്വസിക്കണമെങ്കിൽ അതിന് ഹദീസുകൾ വാക്ക് പറയുന്നത് പോലെ അല്ലെങ്കിൽ പ്രമാണങ്ങൾക്ക് പറയുന്നത് പോലെയുള്ള സനദ് പരമ്പര വേണമെന്ന് ഒരു സുന്നിയും ഇവിടെ പറഞ്ഞിട്ടില്ല. അത് ആർക്കാണ് ഇവിടെ അറിയാത്തത്? നമ്മൾ അയാളോട് ചോദിച്ചു, വെല്ലൂരിൽ ശഅർ മുബാറക്ക് ഉണ്ട്. മാത്രമല്ല പണ്ട് ഇവരോട് വാദപ്രതിവാദം നടത്തിയപ്പോ അവർ നമ്മളോട് ചോദിച്ചൊരു ചോദ്യം, കാന്തപുരം ഉസ്താദിന്റെ കയ്യിലുള്ള ശഅർ മുബാറക്ക് അതിന്റെ സനദ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? അന്ന് നമ്മൾ അവരോട് ചോദിച്ചു, വെല്ലൂരിലുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പിക്കുന്നുണ്ടല്ലോ, അതിന് നിങ്ങൾ സനദ് കണ്ടിട്ടുണ്ടോ? അങ്ങനെ അവർ വെല്ലൂരിൽ ചെന്നു. വെല്ലൂരിൽ ചെന്ന് ഈ സനദ് കിട്ടാൻ വേണ്ടി അവിടെ എഴുതി കൊടുത്തു. അപ്പോൾ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് മറുപടി കൊടുത്തത്, ഇത് നബിതങ്ങളുടേതാണ് എന്ന് ഞങ്ങൾ കാലാകാലമായി ഇവിടെ വിശ്വസിച്ചു വരുന്നു. ഞങ്ങളെ വിശ്വസിക്കുന്നവർക്ക് അതുകൊണ്ട് വർക്കത്തെടുക്കാം, അല്ലാത്തവർക്ക് പോകാം. ഇത് കൃത്യമായി അവർ എഴുതി കൊടുത്തു. അവർ ചുരുക്കത്തിൽ ഇന്ന് എവിടെയെല്ലാം തിരികേശമുണ്ടെന്ന് പറയുന്നുണ്ടോ, എവിടെയെല്ലാം ആധാരങ്ങളുണ്ടെന്ന് പറയുന്നുണ്ടോ, അതിന്റെ എല്ലാം പ്രമാണം എന്താണോ അത് തന്നെയാണ് മർക്കത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ശഅർ മുബാറക്കിന്റെയും പ്രമാണം. അത് വിശ്വസിക്കപ്പെടുന്ന ആളുകൾ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുമ്പോൾ അത് അംഗീകരിച്ചു കൊള്ളുന്നു എന്നത് മാത്രമേ ആ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ് എന്ന് പറയപ്പെട്ടാൽ അതിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുക. ഫതാവൽ കുബ്രയും മറ്റും നിങ്ങൾ വായിക്കേണ്ട കാര്യമില്ല. നേരത്തെ നമ്മുടെ ഉസ്താദുമാർ അത് വായിച്ചതാണ്. അവരുടെ തന്നെ ആ സീഡിൽ ഒരു പ്രധാനപ്പെട്ട പരാമർശമുണ്ട്. നേരത്തെ പേരോട് ഉസ്താദിന് ജിസാൻ മാഹി എന്ന ഈ ചങ്ങാതിയോട് നടത്തിയ ഉപദേശത്തിൽ മർക്കദിലുള്ള ശഅർ മുബാറക്ക് നബിതങ്ങളുടേതാണ് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉസ്താദ് പറയുന്നത്, നബിതങ്ങളുടേതല്ല എന്ന് ഞാൻ പറയൂല എന്ന് ഉസ്താദ് അവർ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതിന്റെ മുൻഭാഗം ഞങ്ങൾ ചർച്ച ചെയ്തതാണ്. ആ ചർച്ചയിൽ ഈ ചങ്ങാതിണ്ടല്ലോ ഹരി ജിഷാനു എന്ന് പറയുന്ന അദ്ദേഹം ഇത് തീരെ നബിയുടേതെല്ലാം വാദിച്ചുകൊണ്ടിരിക്കുന്നത്. തീരെ നബിയുടേതല്ല എന്ന് പറയുന്ന ഇവനെ ആദ്യമായി ഇത് ശഅർ മുബാറക്ക് അല്ല എന്ന് നീ പറയരുത് എന്ന് പഠിപ്പിച്ച് അത് ഉറപ്പിച്ചതിന്റെ ശേഷം അടുത്ത ഘട്ടത്തിൽ അല്ല എന്ന് മാത്രമല്ല ആണ് എന്നുകൂടി പഠിപ്പിക്കാൻ തദ്രീജൻ മെല്ലെ മെല്ലെ വിഷയങ്ങൾ പഠിപ്പിക്കാനുള്ള ഒരു ശൈലിയാണ് അതിൽ സ്വീകരിച്ചിട്ടുള്ളത്. അത് മുഴുവനായി കേട്ടാൽ ആ വിഷയം വ്യക്തമാകും. അത് പ്രസംഗത്തിന്റെ ശേഷം ഞങ്ങൾ അത് വിലയിരുത്തിയിട്ടുണ്ട് എന്നുകൂടി ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്ന വിഷയം ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരികേശമാണ്. ഇപ്പൊ തന്നെ നോക്കൂ, നിങ്ങൾ ഈ ചേളാരി വിഭാഗത്തിന്റെ നേതാക്കൾ നമ്മളോട് ചർച്ചയ്ക്ക് വന്നപ്പോ അല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി അവർ ശ്രമിച്ചപ്പോ അവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് നമ്മൾ കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വിഷയത്തിൽ സനദ് അത് വേണ്ടാന്ന് പറഞ്ഞപ്പോ അവർ ചോദിച്ചു, എന്നാ പിന്നെ നേരെ നോക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നമ്മൾ അവരോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, നേരെ നോക്കാൻ നിങ്ങൾ തയ്യാറാണ്. പക്ഷേ നേരെ നോക്കി അഥവാ നേരെ കണ്ടു എന്ന് വിചാരിക്കാം, അങ്ങനെ കണ്ടാൽ ഇത് നബിയുടേതല്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുമോ? അതിന് നിങ്ങൾക്ക് വല്ല മാനദണ്ഡമുണ്ടോ? അതിന് ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ വിഭാഗത്ത് വായിക്കാൻ പറ്റുമോ? ഇന്ന് വരെ അവരതിന് വായിച്ചിട്ടില്ല. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞു വന്നത്, ബാലിശമായ വാദങ്ങൾ ഉന്നയിച്ച് മഹാനായ കാന്തപുരം ഉസ്താദിന്റെ കയ്യിലുള്ള ശഅർ മുബാറക്കിനെ എതിർക്കുകയും അതിനെ വളരെ ശക്തമായി വിമർശിക്കുകയും ചെയ്യുന്ന ഒരു ഏർപ്പാട് അത് സുന്നത്ത് ജമാഅത്തിന് യോജിച്ചതല്ല എന്ന് വളരെ പ്രധാനമായി ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നിങ്ങൾ നോക്കൂ, അവിടെ എടുത്തു പറയേണ്ട ഒരു വിഷയം അതെന്താണ്? ആ സീഡിയിൽ നമ്മൾ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞതുകൊണ്ട് ഇവിടെ പരാമർശിക്കാതെ വരിക. ബഹുമാനപ്പെട്ട പെൺമള ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ചെറുപ്പത്തിൽ തന്നെ
നമ്മൾ ഈ വിഷയമായി പഠനം നടത്തുമ്പോൾ സുന്നത്തി ജമാഅത്തിന്റെ വിഷയങ്ങളിൽ പ്രത്യേകിച്ച് ഇസ്തിഹാസയും തവസ്സുലും ഇതെല്ലാം നമ്മൾ പഠനം നടത്തുമ്പോൾ അന്ന് ഉസ്താദിന്റെ സമീപത്ത് ചെന്ന് അവിടുത്തെ പുസ്തകങ്ങളും കിതാബുകളും ആധാരമാക്കിക്കൊണ്ട് തന്നെയാണ് അന്നും ആ വിഷയത്തിൽ പഠനം നടത്തിയതും ശേഷമുള്ള വാദപ്രതിവാദങ്ങൾക്കും നമ്മുടേതായ കാര്യങ്ങൾക്കും അന്നും ഇന്നും നമുക്ക് പ്രചോദനം നൽകിയത് ഒന്നിരായ പെൺമള ഉസ്താദ് അവിടെ പ്രത്യേകം ഞാൻ എടുത്തു പറയുന്നു. നമ്മുടെ കൂടെ നമ്മുടെ ഒരു സുഹൃത്തിനെ പോലെ നടന്നിരുന്ന ഒന്നിരായ അരവിന്ദ ഉസ്താദ് അടക്കമുള്ള നമ്മുടെ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് പിന്നീട് നമ്മൾ പറഞ്ഞതും ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ ഉസ്താദുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് പരാമർശങ്ങൾ ആ സീഡിയിൽ പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഅർ മുബാറക്കുമായി ഉസ്താദ് നടത്തിയ ചില പരാമർശങ്ങൾ. യഥാർത്ഥത്തിൽ ആ വിഷയം ക്ലിപ്പുകളിൽ നിന്നല്ല ഞാൻ മനസ്സിലാക്കുന്നത്, മറിച്ച് ഉസ്താദ് അങ്ങനെ ഒരു വിഷയം പറയുന്നുണ്ട് എന്ന് ജിഷാൻ പറഞ്ഞപ്പോ അവൻ മുഖേന തന്നെ ഉസ്താദിന്റെ വീട്ടിൽ പോയി നേരെ ഞാനത് ചോദിച്ചു പഠിച്ചിട്ടുണ്ട്. എന്താണ് ഉസ്താദിന് ആ വിഷയത്തിൽ പറയാനുള്ള മാനദണ്ഡം? അപ്പൊ ഉസ്താദ് അവർ പറഞ്ഞത്, ജിഷാൻ എന്ന ഇവൻ പറഞ്ഞതനുസരിച്ച് അവനെ വിശ്വസിച്ചുകൊണ്ട് അവൻ വിശ്വസിക്കാൻ പറ്റിയ ഒരാളാണെന്നാണ് ഉസ്താദ് മനസ്സിലാക്കിയത്. അവൻ പറഞ്ഞതനുസരിച്ച് നോക്കുമ്പോൾ അയാളുടെ സ്ഥിതി ഇന്നതാണ്. യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദും മറ്റു പണ്ഡിതന്മാരും ബ്രഹ്മ ഉസ്താദും എല്ലാം ഈ ചങ്ങാതി അതിന് പറ്റാത്ത ആളാണ്, ഈ ജിഷാൻ എന്ന് പറയുന്ന ആള് അവന്റെ വാക്ക് കേൾക്കാൻ പറ്റാത്ത ആളാണ് എന്ന് മനസ്സിലാക്കുകയും ആ വാദങ്ങളെ തള്ളിക്കളയുകയും ചെയ്തപ്പോ അത് 100% നിബിധങ്ങളുടേതാണ്, എനിക്കതിൽ സംശയമില്ല. എന്റെ ഉമ്മക്ക് പോലും മരണസമയത്ത് ഞാൻ കൊടുത്തത് അതാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത സ്ഥിതിയിൽ വീണ്ടും ആ വിഷയത്തിൽ ഇടപെടുന്നത് ശരിയല്ല എന്ന് അതിന്റെ മറുപടി എന്നോണം അത് വിലയിരുത്തപ്പെട്ട ഒരു സംഗതിയാണ്. ഇതൊക്കെ ഞങ്ങൾ വിശദീകരിച്ചത്. 1 മണിക്കൂറാണല്ലോ പ്രസംഗം, 1 മണിക്കൂറും. ആ മണിക്കൂറിൽ തന്നെ ഞാൻ ക്ലിപ്പിട്ടുകൊണ്ട് പ്രസംഗം നടത്തിയതല്ല. അത് പ്രത്യേക കാര്യം മനസ്സിലാക്കണം. എന്തുകൊണ്ട് സമസ്തയിലേക്ക് എന്നൊക്കെ പറഞ്ഞ് ഒരു LCD വെച്ച് നമ്മുടെ ക്ലിപ്പൊക്കെ തയ്യാറാക്കി നടത്തിയ പ്രസംഗമല്ലത്. അത് ഇതുപോലെ നമ്മൾ ഒഴുക്കൻ മട്ടത്തിൽ പറഞ്ഞൊരു പ്രസംഗത്തെ ഈ മുഹമ്മദ് രാമന്തലി എന്ന ചങ്ങാതി ക്ലിപ്പുകൾ കൂട്ടിച്ചേർത്ത് അതിന് സംഭവമാക്കി പുറത്തേക്ക് വിടുകയായിരുന്നു. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറയുന്നത്, പൂനൂരിലും കോഴിക്കോട്ടും നടന്ന പെൺമള ഉസ്താദിന്റെ പ്രഭാഷണത്തിൽ തീർത്ത് പറഞ്ഞിട്ടുണ്ട് ആ വിഷയം. ഒരു സംശയവും ഇല്ല, നബിതങ്ങളുടേത് തന്നെയാണ്. ഈ ജിഷാനിന്റെ ചില പരാമർശങ്ങൾ, അവനെ വിശ്വസിച്ചുകൊണ്ട് നടത്തിയ ചില വാക്കുകൾ, അത് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ തന്നെ അവനെ തള്ളിക്കളയുകയും ഈ വിഷയത്തിൽ ഒരു സംശയവുമില്ല എന്ന് കൃത്യമായി വ്യക്തമാക്കിയ സ്ഥിതിക്ക് ഇനി അതിനെ സംബന്ധിച്ച് പറയുന്നത് അത് സത്യത്തോട് ഒരിക്കലും യോജിക്കുന്നതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ പറയുന്നു, ബഹുമാനപ്പെട്ട പെൺമള ഉസ്താദ് അടക്കം, പേരോട് ഉസ്താദ് അടക്കം, ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ്, അതുപോലെ തന്നെ ശൈഖുന AP ഉസ്താദ്, ഇങ്ങനെ തുടങ്ങിയ ഉസ്താദുകളുടെ മസീദുകൾ അടക്കമുള്ള എല്ലാ നേതാക്കളും ഇവരൊക്കെ ഇത് ശഅർ മുബാറക്കാണ് എന്ന് വിശ്വസിക്കുന്നു എന്ന് വ്യക്തമായി പറഞ്ഞാൽ പിന്നെ സമൂഹത്തിന്റെ ഇടയിൽ ചിത്രതയും അതുപോലെ തന്നെ ഭിന്നിപ്പും ഉണ്ടാക്കാൻ വേണ്ടി വെറും വാചകങ്ങളിൽ പിടിച്ചു നടത്തുന്ന ഇത്തരം ശ്രമങ്ങൾ അർത്ഥമില്ലാത്തതും അതൊരിക്കലും നല്ല ഉദ്ദേശത്തോടെ നടക്കുന്നതുമല്ല എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ആ വീഡിയോയുടെ അവസാന ഭാഗത്ത് ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദിനെ സംബന്ധിച്ച് ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞാനത് പറയാൻ കാരണം, ഈ വിഷയങ്ങൾ ഞാൻ പറഞ്ഞു വന്നപ്പോ പലപ്പോഴും അവിടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വിട്ട വിഷയങ്ങൾ എഴുതി തരണം എന്ന് നിർദ്ദേശിച്ചതുകൊണ്ട് തന്നെ ഉസ്താദ് അവരുടെ ഈ വിഷയത്തിലെ ഇടപെടലുകൾ വ്യക്തമാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടതനുസരിച്ച് 1-2 കാര്യങ്ങൾ അവർ പറഞ്ഞിരുന്നു. എന്നിട്ട് ഒരാൾ സമസ്തയിലേക്ക് അല്ലെങ്കിൽ ചെറായി സമസ്തയിലേക്ക് എന്ന വിഷയം അത് പൂർണ്ണമാക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഉസ്താദ് അവരുടെ കയ്യിലുള്ള ശഅർ മുബാറക്ക് എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല എന്ന് ചെറായിക്കാർ പറയുമ്പോൾ ഉസ്താദ് അവர்கள் വിശ്വസിക്കപ്പെടാൻ പറ്റാത്ത ഒരാളാണ്, ഉസ്താദ് അവர்கள் കളവ് പറയുന്ന ആളാണ് എന്ന് വരുത്തി തീർത്ത് ശേഷം തിരികേശത്തെ എതിർക്കുന്ന ഒരു ഏർപ്പാട് അവർക്കുണ്ട്. അതിന്റെ ചില ഉദാഹരണങ്ങളാണ് ആ സീഡിയിൽ പരാമർശിക്കപ്പെട്ടത്. ഉദാഹരണമായി ഞാൻ ഈ മുഹമ്മദ് രാമന്തലിയും പല സമയത്തും ഉസ്താദിന്റെ സമീപത്ത് ചെന്നിട്ടുണ്ടെങ്കിലും ഇവൻ ഈ തട്ടിപ്പുകാരനാണ് എന്ന നിലയിൽ അയാൾ ബഹുമാനപ്പെട്ട ഉസ്താദ് അവர்கள் അയാളെ കാണുന്നത് ഒരുപക്ഷേ ഈ ക്ലിപ്പുമായി ഉസ്താദിന്റെ സമീപത്ത് എന്ന സമയത്തായിരിക്കും. അതാണ് ഉസ്താദിന്റെ ആ പരാമർശങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായത്. ചുരുക്കത്തിൽ കളവല്ലാത്ത പല സംഗതികളെയും കളവാക്കി അവതരിപ്പിക്കപ്പെട്ട് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ ആ മഹിമയും ഉസ്താദിന്റെ സ്ഥാനവും ഇടിച്ചു തകർക്കാൻ വേണ്ടി നടത്തുന്ന പരാമർശം,
അല്ലെങ്കിൽ വലിയ വലിയ ആളുകളുടെ ചില പരാമർശങ്ങൾ ഇവർക്ക് അറിയണമെന്നില്ല. ഉസ്താദ് അവരോട് നൂറിനറിയുമോ എന്ന് ചോദിച്ചപ്പോ തട്ടിപ്പുകാരനായ അയാളെ നമുക്കറിയില്ല എന്ന് പറഞ്ഞാൽ തീരെ അയാൾക്ക് അയാൾ അറിയില്ല എന്ന് അർത്ഥം പറ്റുന്നത് അത് ഇവരുടെ അറിവുകാരായി മാത്രമേ ജനം വിലയിരുത്തുകയുള്ളൂ. മറിച്ച് ഉസ്താദ് മനസ്സിലാക്കിയവരാണ് അയാൾ ആ രൂപത്തിലുള്ള നല്ല മനസ്സിലായിരുന്നു. പക്ഷെ ഈ രൂപത്തിലുള്ള ഒരാളെ ബന്ധപ്പെടുകയോ മനസ്സിലാക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥവും പരാമർശവും. ഇതും ഞങ്ങൾ ശേഷം ചർച്ച ചെയ്തിട്ടുണ്ട്. പിന്നെ അന്ന് ഞാൻ ആ പ്രസംഗം നടത്തുന്ന സമയത്ത് മുഹമ്മദ് രാമൻ എനിക്ക് കൊണ്ടു തന്നു ഒരു മാതൃക കൂടി, ആഴ്ചപ്പതിപ്പ്. ഈ ആഴ്ചപ്പതിപ്പിൽ പറയുന്ന കാര്യങ്ങൾ കൂടി വിലയിരുത്തണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഉസ്താദ് അവരുടെ അഭിമുഖം ആ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ നിന്ന് നമ്മൾ വായിച്ചത്. അതിൽ പറഞ്ഞതിന്റെ ആകത്തുക തിരികേശ പള്ളി എന്നൊരാശയം നമുക്കില്ല. മറിച്ച് പള്ളികൾ ധാരാളം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഇനിയും ഉണ്ടാക്കുകയും ചെയ്യും. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പള്ളിയിൽ ഞങ്ങൾ ഷഹർ മുബാറക്ക് വെക്കുകയും ചെയ്യും എന്നാണ് ഉസ്താദ് അവர்கள் പറഞ്ഞത്. അതിന് ഒരു കുഴപ്പവും നമ്മൾ കാണേണ്ടതില്ല, കാണുകയുമില്ല. കാരണം അന്ന് തന്നെ ഷഹർ മുബാറക്ക് പള്ളിക്ക് വേണ്ടി നമ്മൾ പറഞ്ഞപ്പോഴും അവിടെയൊക്കെ നമ്മൾ പരാമർശിക്കുകയും വ്യക്തമാക്കുകയും ചെയ്ത ഒരു സംഗതി, പള്ളി ഉണ്ടാക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അത് ആ പള്ളിയുടെ എന്നാണോ അതിന്റെ പ്രഖ്യാപനം നടന്നത് അന്ന് മുതൽ നമ്മൾ പറഞ്ഞതാണ്. 25,000 ആളുകൾ നിസ്കരിക്കാൻ സൗകര്യമുള്ള ഒരു പള്ളി കോഴിക്കോട്ട് അല്ലെങ്കിൽ അത് ഉസ്താദ് അവർ ഉദ്ദേശിച്ച സ്ഥലത്ത് നിർമ്മിക്കും, അതിൽ ഷഹർ മുബാറക്കും സൂക്ഷിക്കും. ആ ആശയം തന്നെയാണ് ഇന്നും പറഞ്ഞത്, അന്നും പറഞ്ഞത്. അതിൽ ഒരു വ്യത്യാസവും ഉണ്ടായിട്ടില്ല. പിന്നെ അതിന്റെ പേരിൽ ഒരു പിരിവ് നടത്തിയിട്ടില്ല എന്നത് എല്ലാവർക്കും പറയുന്ന കാര്യമാണ്. ആത്മീയ ചൂഷണം എന്ന് പേരിട്ട് ഇപ്പോൾ നിങ്ങൾ നോക്കൂ. ഇപ്പോൾ ചേരാൻ സമസ്തക്കാർ ഇവിടെ ഇറക്കാൻ പോകുന്ന ഒരു പത്രമാണ്, അല്ലെങ്കിൽ അവർ പറയുന്ന പ്രഖ്യാപിച്ച ഒരു സാധനമാണ് സുപ്രഭാതം എന്ന് പറയുന്നത്. എത്ര ആളുകളിൽ നിന്ന് ഏതെല്ലാം മദ്രസകളിൽ നിന്ന് എത്ര പൈസ വിളിച്ചു, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ. നേരത്തെ ദർശന ചാനൽ, ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവர்கள் ഷഹർ മുബാറക്കിന്റെ പേരിൽ അല്ലെങ്കിൽ ഷഹർ മുബാറക്ക് അവിടെ ഉണ്ട്, അതിന് എന്തെങ്കിലും തരണം, അതിന്റെ പേരിൽ ഒരു പിരിവ് നടത്തിയിട്ടില്ല എന്ന് എല്ലാവർക്കും പറയുന്ന ഒരു കാര്യമാണ്. അതേ സമയത്ത് നിസ്കരിക്കാൻ പറ്റുന്ന വിശാലമായ സൗകര്യമുള്ള ഒരുപാട് സൗകര്യമുള്ള ഒരു പള്ളി കൂടുതൽ ആളുകൾക്ക് നിസ്കരിക്കാൻ വേണ്ടി ഉണ്ടാക്കി. ആ പള്ളി അതിൽ ഷഹർ മുബാറക്കും വെക്കും എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്, ബഹുമാനപ്പെട്ട ഉസ്താദ് അവர்கள் ആ പള്ളിയെ സംബന്ധിച്ച് ഈ അടുത്തും നമ്മോട് പറഞ്ഞിട്ടുണ്ട് പല പ്രഭാഷണങ്ങളിലും. ആരും ആ വിഷയത്തിൽ യാതൊരുവിധ ആശങ്കയും വേണ്ട. ബഹുമാനപ്പെട്ട ഉസ്താദ് അവர்கள் ഒരു 1000കണക്കിന് പള്ളി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ഉണ്ടാക്കുക തന്നെ ചെയ്യും. നേരത്തെ SKSF പോലും അവരുടെ ഇതിലേക്ക് രീതിയിൽ കയറാൻ പ്രഖ്യാപിച്ചത് കാന്തപുരം ഉസ്താദ് ആയതുകൊണ്ട് 40 കോടിയല്ല 80 കോടിയുടെ പള്ളിയും ഉസ്താദ് ഉണ്ടാക്കുന്നതിൽ ഞങ്ങൾക്ക് തർക്കമില്ല എന്ന് അവർ തന്നെ പലപ്പോഴും പ്രഖ്യാപിക്കുകയും എഴുതുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വിഷയത്തിൽ ശൈഖുന കാന്തപുരം ഉസ്താദ് പ്രഖ്യാപിച്ച പ്രഖ്യാപനം അത് നടത്തുമെന്നുള്ളതിൽ ആരും സംശയിക്കേണ്ട എന്നുകൂടി ഇവിടെ ഞാൻ ഇവിടെ ഉറപ്പിച്ചു പറയുന്നു. അതുകൊണ്ട് ഈ പറഞ്ഞതിന്റെ ആകത്തുക മഹാനായ താജുൽ ഉലമ സയ്യിദ് അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന നമ്മുടെ ദഅവാ പ്രവർത്തനങ്ങൾ, ഓരോ സ്ഥാപനങ്ങളും അതിന്റെ ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായി തന്നെ നടന്നുപോരുകയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ വളരെ സജീവമായി സമസ്തക്ക് കീഴിൽ നമ്മുടെ സംഘടനകൾ SYS-ഉം SSF-ഉം എല്ലാം അതിൻ്റെതായ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുകയും വളരെ കാലികമായി ആശയങ്ങൾ കണ്ടെത്തി നയനിലപാടുകൾ രൂപീകരിച്ച് ആവശ്യമായ രൂപത്തിൽ സമൂഹത്തിന് ആദർശ പഠനവും കാര്യങ്ങളും നടക്കുകയും ചെയ്യുന്നു എന്നുള്ളതിൽ വളരെ പ്രധാനമായി കണ്ണും കാതുമുള്ള ആർക്കും അത് മനസ്സിലാക്കാൻ കഴിയും. ചുരുക്കത്തിൽ ഞാൻ പറയുന്നത്, ഏതെങ്കിലും ഒരു വിഷയം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. ആ പ്രസംഗത്തിൽ അല്ലെങ്കിൽ ആ അവതരണത്തിൽ നമ്മൾ പറഞ്ഞ ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം അതിന്റെ മുമ്പും അതിന്റെ ശേഷവും നമ്മൾ അവലോകനം ചെയ്യുകയും വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നിവിടെ കൃത്യമായി പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. എന്നിട്ട് അവസാനമായി ഒറ്റ വിഷയം കൂടി പറഞ്ഞ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെയും അതുപോലെ ബഹുമാനപ്പെട്ട സദാത്യങ്ങളുടെയും നേതൃത്വത്തിൽ നടത്തുന്ന ഈ മഹത്തായ സംഘടന സമസ്തയും SYS-ഉം SSF-ഉം നമ്മുടെ മുഴുവൻ സംഘടന കാര്യങ്ങൾ ഇതെല്ലാം 100% നമ്മുടെ ചെറുപ്പം മുതൽ ഇന്നുവരെ നമ്മൾ അംഗീകരിച്ചു പോന്നിട്ടുണ്ട്. മാത്രമല്ല അതിന്റെ നയങ്ങളോടും അതിന്റെ നിർദ്ദേശങ്ങളോടും 100% സഹകരിക്കാൻ എന്നും തയ്യാറാവുകയും ചെയ്യും
എന്നിവിടെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയാണ്. ചുരുക്കത്തിൽ നമ്മുടെ നയമെന്ന് പറയുന്നത് നമ്മുടെ ഉസ്താദുമാരുടെ, നമ്മുടെ പണ്ഡിതന്മാരുടെ നയമാണ്. അതിലപ്പുറം ഒരു നയം നമുക്കുണ്ടായിട്ടില്ല. അപ്പൊ ഈ സംഭവിച്ചതോ എന്ന് ചോദിക്കും. നമ്മൾ അവരുടെ നേതാക്കളുമായി ചർച്ചയ്ക്ക് പോയതും അതേപോലെ ഇങ്ങനെ ഒരു പ്രസംഗം നടത്തിയതും ഇതെല്ലാം യഥാർത്ഥത്തിൽ നേരത്തെ ഉസ്താദ് അവരെ ഒഴിവാക്കണമെന്ന് പറഞ്ഞ ഒരാളെ ഒഴിവാക്കാത്തതിന്റെ പേരിൽ വന്ന അബദ്ധത്തിന്റെ കാരണമാണ് എന്ന് ഞാൻ ഒന്നുകൂടി ഊന്നി പറയുകയാണ്. മുഹമ്മദ് രാമന്തരി എന്ന് പറയുന്ന അയാളുടെ പ്രേരണയ്ക്ക് കാരണമായിട്ടാണ് പലപ്പോഴും ഇതെല്ലാം സംഭവിച്ചിട്ടുള്ളത്. ഞങ്ങൾ വിളിച്ചുകൊണ്ടുപോകും, ഇന്ന ആളുകളൊന്നും പറയില്ല, നമുക്ക് കുറച്ച് ആളുകളെ കാണാനുണ്ട്, നിങ്ങൾ വരുമെന്ന് പറയും. ചെന്ന് നോക്കുമ്പോൾ ചിലപ്പോ ഇവരുടെ ഏതെങ്കിലും ഒരു നേതാവായിരിക്കും, അല്ലെങ്കിൽ അവരോട് ചർച്ച ചെയ്യും. ചുരുക്കത്തിൽ അങ്ങനെയാണ് അതെല്ലാം സംഭവിച്ചത്. അതുകൊണ്ട് ഈ പ്രസംഗം കേൾക്കുന്ന എല്ലാ നേതാക്കളോടും ഉസ്താദുമാരോടും പ്രവർത്തകരോടും നമ്മളെ സ്നേഹിച്ച മുഹബ്ബീങ്ങളോടും പ്രത്യേകമായി നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ആ പ്രസംഗത്തിന്റെ പേരിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നടന്ന ഫോട്ടോസോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളുടെ പേരിലോ ഒരുപാട് ആളുകൾ വിഷമിച്ചിട്ടുണ്ട്, ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അവരോടൊക്കെ പരസ്യമായി തന്നെ മാപ്പ് ചോദിക്കുന്നു. എല്ലാവരും നമുക്ക് വേണ്ടി ദുആ ചെയ്യണം എന്നും വളരെ പ്രധാനമായി ഇവിടെ ഉറപ്പെടുത്തുകയും ചെയ്യുകയാണ്. കാരണം ഒരിക്കലും നമ്മൾ നേരെ പോയി അങ്ങനെ പ്രസംഗിച്ച് അല്ലെങ്കിൽ ആ രൂപത്തിൽ പറഞ്ഞ സംഗതിയല്ല. ഈ ഒരു വലിയ ഈ ചതിക്കുഴിയിലേക്ക് നമ്മളെ തള്ളിയിടുകയും നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി അന്നും ഇന്നും ശ്രമിക്കുകയും ചെയ്ത ഇവരുടെ പ്രലോഭനങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് ചെയ്ത ഇത്തരം സംഗതികൾ ആർക്കെങ്കിലും വിഷമമായി തോന്നിയിട്ടുണ്ടെങ്കിൽ പരസ്യമായി മാപ്പ് പറയുകയും ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് അങ്ങോട്ടും എപ്പോഴും ബഹുമാനപ്പെട്ട നേതാക്കളുടെയും ഉസ്താദുമാരുടെയും നമ്മുടെ സംഘടനയുടെയും നിർദ്ദേശങ്ങളും അതിന്റെ കൽപ്പനകളും അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്നും ഇൻഷാ അല്ലാഹ് അതിനു വേണ്ടിയുള്ള ശ്രമമായിരിക്കും ഇവിടെ നിന്നുള്ളത് അങ്ങോട്ടുള്ളത് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി ഒന്നിനായി നമ്മുടെ ഉസ്താദുമാർക്ക് അല്ലാഹു ദീർഘായുസ്സ് നൽകുമാറാകട്ടെ എന്ന് പ്രധാനമായി ദുആയിലൂടെ ഈ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഏതൊക്കെ പ്രവർത്തകരായാലും നമ്മുടെ നേതാക്കളായാലും ഇതിന്റെ പേരിൽ നിങ്ങൾ അനുഭവിച്ച മുഴുവൻ വിഷമങ്ങളും നമ്മൾ മനസ്സിലാക്കുകയും ആ തെറ്റുകൾ മുഴുവൻ സംഭവിച്ചു പോയതിൽ ഖേദം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ വിവാദത്തിന്റെ ഒന്നാമത്തെ ആ സംഭവം മുതൽ ഈ ചങ്ങാതിയുടെ കൂടെ കൂടിയത് കൊണ്ട് തന്നെ ഒരുപാട് അബദ്ധങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും നമ്മിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ഇവിടെ തുറന്ന് സമ്മതിക്കുകയും അത് എല്ലാവരും മാപ്പ് ചെയ്യുകയും അല്ലാഹുവിനോട് ദുആ ചെയ്യുകയും വേണം എന്ന് വസിയത്ത് ചെയ്ത് അർഹമുർ റഹീമായ റബ്ബ് നമുക്ക് മഗ്ഫിറത്ത് നൽകട്ടെ എന്ന് ദുആ ചെയ്ത് അർഹമുർ റഹീമായ റബ്ബ് ഞങ്ങളുടെ ഈ പ്രവർത്തനം നീ സ്വീകരിക്കണം റഹ്മാനെ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാത അവിടുന്ന് കാണിച്ചു തന്ന പാത പിൻപറ്റി ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഞങ്ങളുടെ ഉസ്താദുമാർ പൊന്നരായ സുലൈമാൻ ഉസ്താദ്, താജുൽ ഉലമ സയ്യിദ് അവറുകൾ, ബഹുമാനപ്പെട്ട ഖമർ ഉലമ, ഈ ഞങ്ങളെ മുഴുവൻ മശായിഖന്മാർ, പെരുമാൾ ഉസ്താദ്, പേരോട് ഉസ്താദ്, ബഹുമാനപ്പെട്ട എം.എ. ഉസ്താദ്, ചിത്താരി ഉസ്താദ്, ഇങ്ങനെ തുടങ്ങിയ ഞങ്ങൾ മുഴുവൻ ആലിമീങ്ങൾക്കും സദാത്യങ്ങൾക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം റഹ്മാനെ. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ധാരാളം കാലം ഞങ്ങൾക്ക് നേതൃത്വം നൽകിയ ഞങ്ങളിൽ നിന്ന് വഫാത്തായി പോയ പണ്ഡിതന്മാർ, ഞങ്ങളുടെ ഉസ്താദുമാരുടെ എല്ലാവരുടെയും ഗുരുവര്യരായ പൊന്നലായ ശൈഖുന ഉസ്താദുൽ അസാതീദ് അല്ലാഹുവേ അവിടുത്തെ ദർജ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണം റഹ്മാനെ. അവിടുത്തെ നോട്ടം തിരുനോട്ടം എല്ലാ സമയത്തും ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. ഞങ്ങളെ മറ്റു ആലിമീങ്ങൾ ഉസ്താദുമാർ ഞങ്ങളുമായി സഹകരിച്ച് ഞങ്ങളെ 1-ാം ക്ലാസ് മുതൽ ഞങ്ങളെ പഠിപ്പിച്ച ചെറിയ ചെറിയ കിതാബുകൾ മുതൽ ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ച് ഉറക്കമൊഴിച്ച് ഞങ്ങളെ ശരീരത്തേക്കാൾ ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളെ പ്രിയപ്പെട്ട ഉസ്താദുമാർ, അല്ലാഹ് നീ അവർക്ക് അർഹമായ പ്രതിഫലം നൽകണം റഹ്മാനെ. ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ശരീരത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ ഞങ്ങൾ പഠിച്ചു പോകരുത് എന്ന നിർബന്ധ ബുദ്ധിയോട് ഞങ്ങൾക്ക് വേണ്ടി എല്ലാം സഹിച്ച, ഒരുപാട് വിഷമിച്ച, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഉറക്കമടിച്ച ഒരുപാട് ഞങ്ങളുടെ ഉസ്താദുമാരും നേതാക്കളും, അല്ലാഹ് നീ അവർക്ക് അതിന് പകരമായി നീ സ്വർഗം നൽകണം റഹ്മാനെ. ഞങ്ങളെല്ലാവരുടെയും ഹിദായത്തിനെ നിലനിർത്തി തരണം റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.
وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.